ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ മേഘം ഇന്ന് രാത്രിയിൽ ഈ ആത്മീയ ശുശ്രൂഷയുടെ മീതെ നിഴൽ വിരിച്ചിട്ടുണ്ട്. ഹോരേബിൽ വെളിപ്പെട്ട ദൈവത്തിൻ്റെ തേജസ്, സീനായിൽ മൂടിയിറങ്ങിയ ദൈവത്തിൻ്റെ തേജസ് ഈ ആത്മീയ ശുശ്രൂഷയുടെ മീതെ വ്യാപരിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ദിവ്യ ഉദ്ദേശത്തോടുകൂടെയാണ് അവിടുന്ന് നമ്മളെ ഇന്ന് രാത്രിയിൽ കൂട്ടിവരുത്തിയിരിക്കുന്നത്. അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി ഇന്ന് രാത്രി നടക്കേണ്ടതിന് ആത്മാർത്ഥമായ ദാഹത്തോടെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ആ വലത് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവേ ഞങ്ങളോട് ഇന്ന് രാത്രി ഇടപെടണമേ എന്ന് ഹൃദയംഗമമായി ദൈവസന്നിധിയിൽ നിലവിളിച്ചൊന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ ഇന്ന് രാത്രി ഞങ്ങളോട് ഇടപെടണമേ, കർത്താവേ ഇന്ന് രാത്രി ഞങ്ങളോട് ഇടപെടണമേ. ഗ്ലോറി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാണും ഞാനൻ മോക്ഷപുരേ താതൻ ചാരേ ശാലേം പുരേ. കാണും ഞാനൻ മോക്ഷപുരേ താതൻ ചാരേ ശാലേം പുരേ. ഇവിടെ നമ്മെ പിരിഞ്ഞു മുൻ വിഹം ഗമിച്ച വിശുദ്ധരെ, ഇവിടെ നമ്മെ പിരിഞ്ഞു മുൻ വിഹം ഗമിച്ച വിശുദ്ധരെ, വിവിധ വേളയിൽ മരിച്ചു മൺമറഞ്ഞകന്നു പോയ വിശ്വസ്തരെ, വിവിധ വേളയിൽ മരിച്ചു മൺമറഞ്ഞകന്നു പോയ വിശ്വസ്തരെ, അരുണ തുല്യമാം ദ്യുതി വിളങ്ങിടും വിവിധമാം പ്രിയ മുഖങ്ങളെ, അരുണ തുല്യമാം ദ്യുതി വിളങ്ങിടും വിവിധമാം പ്രിയ മുഖങ്ങളെ. കാണും, കരമുയർത്തി, ഞാനൻ മോക്ഷപുരേ താതൻ ചാരേ ശാലേം പുരേ. കാണും ഞാനൻ മോക്ഷപുരേ താതൻ ചാരേ ശാലേം. ഇവയിൻ ധ്യാനം മാത്രമേ കരളിനരുളും ആനന്ദം, ഇവയിൻ ധ്യാനം മാത്രമേ കരളിനരുളും ആനന്ദം. ഇവയെ പറ്റി ഞാൻ ഇരവും പകലും പാടും ഗീതം സാനന്ദം, ഇവയെ പറ്റി ഞാൻ ഇരവും പകലും പാടും ഗീതം സാനന്ദം. ഈഹത്തെ വിട്ടു ഞാൻ പിരിഞ്ഞ ശേഷം ഇതു താനേ എനിക്കാലംബം, ഈഹത്തെ വിട്ടു ഞാൻ പിരിഞ്ഞ ശേഷം ഇതു താനേ എനിക്കാലംബം. കാണും ഞാനൻ മോക്ഷപുരേ താതൻ ചാരേ ശാലേം പുരേ. കാണും ഞാനൻ മോക്ഷപുരേ താതൻ ചാരേ ശാലേം പുരേ. ഒരു നിമിഷം ആ വലത് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒന്നിച്ചൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. 9 മണി കഴിയുമ്പോൾ ഈ സന്ദേശം ഇവിടെ അവസാന കുത്തിടും. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക നിയോഗത്താൽ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ടതിൻ്റെ പുറകിലെ ദൈവനിയോഗം നിവർത്തിക്കപ്പെടേണ്ടതിന്, പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി നമ്മോട് ഇടപെടേണ്ടതിന് എല്ലാ ദൈവമക്കളും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പ്രിയ പിതാവേ, സാധുക്കളും ഏഴകളും മൺകീടങ്ങളും ബലഹീനരും അയോഗ്യരും അപാത്രരും ഏതുമില്ലാത്തവരുമായി കിടന്ന ഞങ്ങളെ തിരുമേനിയുടെ സ്നേഹത്താൽ വിടുവിച്ചടുപ്പിച്ച് ദൈവപുത്രൻ്റെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് ദൂതന്മാർക്ക് പോലും സംബോധന ചെയ്യുവാൻ അധികാരമില്ലാത്ത വിധത്തിൽ അപ്പാ പിതാവേ എന്ന് വിളിപ്പാൻ പുത്രത്വത്തിൻ്റെ അധികാരവും പദവിയും നൽകി അലങ്കരിച്ച തിരഞ്ഞെടുപ്പോർത്ത് ഞങ്ങൾ തിരുമേനിക്ക് നന്ദി കരയേറ്റുന്നു. ഇന്ന് രാത്രി ആർത്തിയോടെ നിൻ്റെ ജനത്തെ ഇവിടെ കൊണ്ടുവന്നു. പരിശുദ്ധാത്മാവി രാത്രി ഈ ജനത്തിന് നടുവിൽ വ്യക്തിപരമായി ഇടപെടണമേ. നിത്യതയ്ക്കായി ഒരുക്കപ്പെടുന്ന രാത്രിയായി ഇന്ന് രാത്രിയെ തീർക്കണമേ. നിന്റെ ദാസൻ ജാക്സൺ പാസ്റ്ററുടെ ഹൃദയത്തിൽ ദൈവാത്മാവ് നൽകിയ പ്രത്യേക നിയോഗത്തിനായി സ്തോത്രം ചെയ്യുന്നു. ആർത്തിയോടെ തിരുസന്നിധിയിൽ തിരുമുഖത്തേക്ക് നോക്കുന്ന നിന്റെ ജനത്തോട് അങ്ങയുടെ ആത്മാവ് ഇടപെടണം. യേശുവിൻ നാമത്തിൽ തന്നെ കരമുയർത്തി കർത്താവിന് മഹത്വം അർപ്പിച്ചാട്ടെ. ദൈവത്തിന് സ്തോത്രം. വളരെ പ്രാർത്ഥനയോടെ, തികച്ചും ദൈവാശ്രയത്തോടെ, ഏകാഗ്രതയുള്ള ഹൃദയത്തോടെ, ദൈവസന്നിധാന ചിന്തയോടെ നമുക്ക് കർത്താവിൻ്റെ പാദപീഠത്തിങ്കലായിരിക്കാം.
കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിന് വേണ്ടി ഒരു സമൂഹത്തെ ഒരുക്കിയെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ കർത്താവിൻ്റെ ദാസൻ പ്രിയ ജാക്സൺ പാസ്റ്റർ നേതൃത്വം നൽകുന്ന ഈ ആത്മീയ കൂടിവരവിൽ സജ്ജമായിരിക്കുന്ന ഈ പ്രത്യേക ഏകദിന സമ്മേളനത്തിൽ, ഈ ഒരു മീറ്റിങ്ങിൽ ഒരു രാത്രി പ്രത്യേക സമ്മേളനത്തിൽ തിരുവെഴുത്തുകളുമായി നിങ്ങളുടെ നടുവിൽ നിൽപ്പാൻ ദൈവം അവസരമൊരുക്കിയത് ജീവിതത്തിൻ്റെ ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. ദൈവത്തിന് ഇതിൻ്റെ പുറകിൽ ഉദ്ദേശമുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായും തിരിച്ചറിയുന്നു. ഇത് സാധാരണ ഉദ്ദേശമല്ല, അസാധാരണമായി ദൈവത്തിന് ഇതിൻ്റെ പുറകിൽ എന്തോ ഉദ്ദേശമുണ്ട്. ഒരിക്കൽ ഒരു അനുഗ്രഹീതനായ ദൈവദാസൻ്റെ മകൾ സ്കൂളിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപ് പപ്പായോട് പറഞ്ഞു, പപ്പ എനിക്കൊരു ട്രാക്റ്റ് വേണം. എന്തുകൊണ്ടാണ് അവൾ അങ്ങനെ പറയാനിടയായത് എന്നറിയില്ല. എങ്കിലും ഏതോ ഒരു പ്രചോദനത്താൽ അവൾ പറഞ്ഞു, എനിക്കൊരു ട്രാക്റ്റ് വേണം. അതും പപ്പ എനിക്ക് മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ട്രാക്റ്റ് വേണം. ഇങ്ങനെ പറഞ്ഞ് പപ്പായുടെ പുസ്തകക്കെട്ടുകൾക്കിടയിൽ നിന്നും ഒരു ട്രാക്റ്റ് നിർബന്ധപൂർവ്വം വാങ്ങിച്ചുകൊണ്ട് അവൾ സ്കൂളിലേക്ക് പോയി. അവളുടെ സ്കൂൾ ബാഗിൽ അത് വെച്ചുകൊണ്ടാണ് യാത്രയായത്. പക്ഷേ അന്ന് പകലത്തെ സ്കൂൾ കഴിഞ്ഞ് സ്കൂൾ ബസ്സിന് വന്ന് ഒരു ഒലിപ്പുതോടിനക്കരെയുള്ള തൻ്റെ വീടിൻ്റെ അങ്ങേ ഭാഗത്ത് ഇറങ്ങി ആ ഒലിപ്പുതോട് ക്രോസ് ചെയ്ത് നേരെ വീട്ടിലേക്ക് പോരുവാൻ തുടങ്ങുന്ന സമയം ബസ്സിൽ വന്നിറങ്ങിക്കഴിഞ്ഞപ്പോൾ, സ്കൂളിൽ ബസ്സിൽ വന്നിറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് ആ ട്രാക്റ്റ് ആർക്കും കൊടുക്കാൻ പറ്റിയില്ലെന്ന്. ദൈവത്തിന് സ്തോത്രം. പെട്ടെന്ന് തൻ്റെ ബാഗ് തുറന്ന് ട്രാക്റ്റ് എടുത്തിട്ട് പരിസരങ്ങൾ നോക്കിയപ്പോൾ ഒരു ചേട്ടൻ, ഒരു അക്രൈസ്തവ സഹോദരൻ, തൊട്ട് താഴത്തെ ആറ്റുകടവിലേക്ക് ഇറങ്ങുന്ന ഒലിപ്പുതോടിൻ്റെ എഡ്ജിൽ ഒരു പശുവിനെ കുളിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നു. ഓടിക്കൊണ്ട് ചെന്ന് ഇദ്ദേഹത്തിന് ഇത് കൊടുത്തിട്ട് പറഞ്ഞു, ചേട്ടാ ഇത് വായിക്കണം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുഞ്ഞ് നിഷ്കളങ്കമായൊരു ചിരിയോടുകൂടെ ഈ ട്രാക്റ്റ് ഈ മനുഷ്യൻ്റെ നേരെ നീട്ടി. അയാൾ വെള്ളത്തിൽ പശുവിൻ്റെ കയറിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ ട്രാക്റ്റ് വാങ്ങിച്ചിട്ട് അതിൻ്റെ തലക്കെട്ടിലേക്ക് യേശുവെന്നും നിത്യതയെന്നും നരകമെന്നും മടങ്ങിവരവെന്നും ഒക്കെ കണ്ടപ്പോൾ മതപരിവർത്തനത്തിനുള്ള ടൂളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചുരുട്ടിക്കൂട്ടി വെള്ളത്തിലേക്ക് എറിഞ്ഞിട്ട് പറഞ്ഞു, നിൻ്റെ അപ്പനെ പോലെ നീയും മതപരിവർത്തനത്തിന് ഇറങ്ങിയിരിക്കുകയല്ലേ എന്ന് പറഞ്ഞ് പരിഹസിച്ച് വിട്ടു. അവൾ ഒരു ചിരിയോടുകൂടെ ഒലിപ്പതോട് ക്രോസ് ചെയ്ത് വീട്ടിലേക്ക് പോന്നു. പക്ഷേ അന്ന് വൈകിട്ട് ആ മനുഷ്യൻ തിരിച്ച് വീട്ടിൽ ചെന്നില്ല. സ്തോത്രം. അന്വേഷിച്ചിറങ്ങിയ നാട്ടുകാർ ഒരു പ്രത്യേക സംഭവം കണ്ടു. ആറ്റിലേക്ക് ഇറങ്ങുന്ന ഭാഗത്തെ വേരുകെട്ടുകൾക്കിടയിൽ ഉടക്കി അയാളുടെ ഡെഡ് ബോഡി കിടക്കുന്നു. സ്തോത്രം. ചുഴലി രോഗമുള്ള ആ മനുഷ്യൻ ചില മിനിറ്റുകൾക്ക് ശേഷം ഫിക്സ് വന്ന് വെള്ളത്തിലേക്ക് വീഴുകയും ആ വിധത്തിൽ മരിക്കുകയും ചെയ്തതാണ് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഞാൻ ഇയാളുടെ മരണവിധം പറയാൻ വന്നതല്ല. ആ ട്രാക്റ്റ് വേണം എന്ന് ആ കുഞ്ഞ് ആ പിതാവിനോട് ആവശ്യപ്പെടുവാൻ പ്രേരണ ഉണ്ടാകുകയും അത് സ്കൂളിൽ ആർക്കും കൊടുക്കാനിടയാകാതെ ആ ഒലിപ്പുതോടിൻ്റെ മുൻപിൽ ബസ്സിൽ വന്നിറങ്ങിയപ്പോൾ അത് ഓർപ്പിക്കപ്പെടുകയും അത് നേരെ ഈ മനുഷ്യന് കൊടുക്കുകയും ചെയ്തതിൻ്റെ പുറകിൽ വ്യാപരിച്ച ഒരു നിയോഗമുണ്ട്. അതേ നിയോഗമാണ് കർത്തൃദാസന്മാരുടെ ചിന്തകളുടെ പുറകിൽ വ്യാപരിക്കുന്നത്. എനിക്കറിയില്ല ഈ ആത്മീയ സന്ദേശം ഇവിടെ മുഴങ്ങുന്നതിൻ്റെ പുറകിൽ കർത്താവ് ചില വ്യക്തികളെ ഒരുക്കിയെടുക്കുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ പദ്ധതി തയ്യാറെടുക്കുകയാണ്. എല്ലാ ദൈവമക്കളും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു രാത്രിയായി രാത്രി തീരണം. കർത്താവേ, നിന്റെ ആത്മാവ് എന്നോട് സംസാരിക്കണമേ. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധ തിരുവെഴുത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. ഏറ്റവും ഗഹനമായ, വളരെ വിപുലമായ ഒരു ഭാഗം, യേശു ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിന് വേണ്ടി ഒരു സമൂഹത്തെ ഒരുക്കിയെടുക്കുക എന്ന ആ ദൈവിക പദ്ധതിയുടെ അതിപ്രധാനപ്പെട്ട ഭാഗം. യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റാണ്. യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവ്. നീണ്ട ദിവസങ്ങൾ ആ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ക്ലാസ്സുകളും പ്രസംഗങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് എന്ന വിഷയത്തെ എത്രമാത്രം ഗൗരവത്തോടെ എനിക്ക് കാണുവാൻ ദൈവം കൃപ തന്നിട്ടുണ്ട്. എന്നാൽ ഈ ഒരല്പ മിനിറ്റുകൾ കൊണ്ട് അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് കൂടുതലൊന്നും കടക്കാതെ ദൈവാത്മാവ് നൽകിയ ഒരു നിയോഗത്തിലൂടെ ഈ വചനം പങ്കുവെച്ച് ഒടുവിൽ പ്രാർത്ഥിക്കുവാനായിട്ടാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് ഒരു പഠന മനോഭാവത്തോടുകൂടെ, ഒരു വേദവിദ്യാർത്ഥിയുടെ ഹൃദയത്തോടുകൂടെ നമുക്കിന്ന് രാത്രിയിൽ വിശുദ്ധ തിരുവെഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. നമുക്ക് മത്തായി സുവിശേഷം 24 അധ്യായം, മത്തായി സുവിശേഷം 24 അധ്യായം അതിന് 36 മുതൽ ഉള്ള വാക്യങ്ങൾ. മത്തായി സുവിശേഷം 24 അധ്യായത്തിൻ്റെ അതിന് 36 മുതൽ ഉള്ള വാക്യങ്ങൾ ശബ്ദം ഉയർത്തി ആർക്കെങ്കിലും വായിച്ച് സഹായിക്കാം. മത്തായി 24 36 മുതൽ വായിച്ചാട്ടെ. ആ നാളും നാഴികയും സംബന്ധിച്ചോ എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും
പുത്രനും കൂടെ അറിയുന്നില്ല. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവും ആകും. ജലപ്രളയത്തിന് മുൻപുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്ന് എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെ ആകും. ഒന്ന് കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. വേദപുസ്തകം കൊണ്ടുള്ള എല്ലാ ദൈവമക്കളും ഒരുമിച്ച് ആ പുസ്തകത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണം. പ്രിയ മകൾ വളരെ ഭംഗിയായി അത് വായിച്ചു. ദൈവത്തിന് സ്തോത്രം. ഒന്നുകൂടെ നമ്മൾ അത് വായിക്കാൻ തുടങ്ങുകയാണ്. വളരെ ശ്രദ്ധയോടുകൂടെ. ദൈവത്തിന് സ്തോത്രം. വളരെ ശ്രദ്ധയോടുകൂടെ നമുക്കെല്ലാവർക്കും ആ ഭാഗത്തേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമുക്ക് ഒന്നുകൂടെ ആ വേദഭാഗം വായിക്കുവാനായിട്ട് ദൈവസന്നിധിയിൽ നമുക്ക് തയ്യാറെടുക്കണം. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മോട് വ്യക്തിപരമായിട്ട് ഇടപെടേണ്ടതിന് നമുക്ക് ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. കേവലം ഒരു പ്രസംഗം എന്നതിനേക്കാൾ ദൈവസന്നിധിയിൽ ദൈവാത്മാവ് ഇടപെടുന്ന ദൈവാലോചനയ്ക്ക് കാതോർക്കുന്ന ഒരു സമയമാണ്. ആയതുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം നിങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് കടക്കണം. ഞാൻ കൂടെ ചേർന്ന് വായിക്കാം. വായിക്കുന്ന സമയം നമുക്കൊന്നിച്ചു വേണം ആ വേദഭാഗം വായിക്കുവാൻ. ആ നാളും നാഴികയും സംബന്ധിച്ചോ എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവും ആകും. ജലപ്രളയത്തിന് മുൻപുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു, എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രൻ്റെ വരവും അങ്ങനെ തന്നെ ആകും. കരങ്ങളത് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. വിശുദ്ധ വേദപുസ്തകത്തിലെ പ്രവചനങ്ങൾ ഒന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവായതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല. ദൈവകൽപ്പനയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ച് സംസാരിച്ചതാണ് വേദപുസ്തകത്തിലെ പ്രവചനങ്ങൾ. എൻസൈക്ലോപീഡിയ ഓഫ് ബിബ്ലിക്കൽ പ്രൊഫസി എന്ന പ്രവചന ഗ്രന്ഥത്തെ അധികരിച്ചുകൊണ്ട് ഡോക്ടർ ക്ലാറൻസ് ലാർക്കിൻ എഴുതിയ വിശ്വപ്രസിദ്ധമായ ഡിസ്പാൻസിയേഷണൽ ട്രൂത്ത് എന്ന ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ 31,173 വാക്യങ്ങളുള്ള ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ 8,532 വാക്യങ്ങൾ കൃത്യമായി പ്രവചനങ്ങളാണ് എന്ന് വിശദീകരിച്ചിരിക്കുകയാണ്. 277 വേദഭാഗങ്ങൾ ലോകത്തിൻ്റെ ഭാവിയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് മനുഷ്യവർഗത്തോട് സംസാരിക്കുന്ന ഒരു ഭവിഷ്യൽ ഗ്രന്ഥം, ഒരു ഭാവികാല ഗ്രന്ഥം ലോക ചരിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിലിരിക്കുന്ന ജീവൻ്റെ വചനമാണ്. ഈ വചനത്തെ ഓർത്ത് ഒന്നുകൂടെ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. പ്രപഞ്ച ചക്രവർത്തിയും അഖിലാണ്ട സൃഷ്ടിതാവുമായ മഹാദൈവത്തെ നമ്മുടെ മുൻപിൽ അഭിമുഖമായി നിർത്താൻ കഴിവുള്ള ഒരു പുസ്തകം ലോകത്തിലുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്. ഈ വചനത്തിൻ്റെ അതുല്യതയോർത്താൽ, ഇതിൻ്റെ വൈശിഷ്ട്യമോർത്താൽ, ഇതിൻ്റെ സത്യസന്ധതയോർത്താൽ, ഇതിൻ്റെ ദിവ്യത്വമോർത്താൽ, ഇതിൻ്റെ അപ്രമാദിത്യമോർത്താൽ, ഇതിൻ്റെ അതുല്യതയോർത്താൽ കൃപ ലഭിച്ച ദൈവമക്കൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താതിരിക്കാൻ കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഓർക്കുകയാണ്, സത്യത്തിൽ ലോക സംഭവങ്ങളിലേക്ക് ഒരു നിമിഷം കണ്ണുയർത്തിയാൽ ലക്ഷണങ്ങൾ കാണുന്ന ദൈവമക്കൾക്ക് കണ്ണടച്ചിരുന്ന് ഉറങ്ങാൻ പറ്റില്ല. അതുപോലെ ഒരു കാലത്ത് ഞാനും നിങ്ങളും എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ലക്ഷണങ്ങൾ കണ്ട് കർത്താവിൻ്റെ മടങ്ങിയതിനു വേണ്ടി ഒരു പടി ഉണരുന്ന രാത്രിയായി രാത്രി തീരണം. ദൈവത്തിന് സ്തോത്രം. വടക്കേ ഇന്ത്യയിൽ ഒരു മനുഷ്യൻ, ഒരു ശാസ്ത്രജ്ഞൻ ഒരു ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. യാത്രയ്ക്കിടയിൽ അദ്ദേഹം പെട്ടെന്ന് ചാടിക്കയറി ട്രെയിനിൻ്റെ ചങ്ങല വലിച്ചു. ചങ്ങല വലിച്ച സമയത്ത് റെയിൽവേ ഗാർഡ് അടുത്ത് വന്ന് ചോദിച്ചു, എന്തിനാ ചങ്ങല വലിച്ചത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ട്രെയിനിൻ്റെ യാത്രയിൽ ഒരു 500 മീറ്റർ അധികമല്ലാത്ത ദൂരത്തിൽ ട്രാക്ക് ആരോ തകർത്തിട്ടിട്ടുണ്ട് എന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു എന്ന്. അപ്പോൾ അദ്ദേഹത്തോട് പ്രത്യേക പ്രിയപ്പെട്ടവർ ഗവേഷണം ചെയ്യാൻ തയ്യാറായി. വേഗം ട്രെയിൻ നിന്നു. തൊട്ടു മുൻപിലേക്ക് പോയി നോക്കിയേച്ചു വന്നപ്പോൾ കുറച്ചു മുൻപിൽ ട്രെയിനിൻ്റെ പാളം വിപ്ലവകാരികൾ തകർത്തിട്ടിരിക്കുകയാണ്. തിരിച്ചു വന്ന് അത്ഭുതപരതന്ത്രരായിട്ട് ഇവർ ചോദിച്ചു, അങ്ങക്ക് എങ്ങനെ മനസ്സിലായി റെയിൽവേ പാളം തകർത്തിട്ടിട്ടുണ്ടെന്ന്? അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടിയുണ്ട്. ഈ ട്രെയിൻ പാളത്തിലൂടെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ചുക് ചുക്
ചുക് ചുക് ചുക് ചുക് എന്ന ആ ശബ്ദം കേവലം ഇഞ്ചൻ്റെ ശബ്ദം തന്നെയല്ല, പാളവും ഇഞ്ചനും തമ്മിലുള്ള അലൈൻമെൻറ്റിൻ്റെ താളമാണ്. എപ്പോൾ പാളം പൊട്ടുമോ അപ്പോൾ താളത്തിൻ്റെ അലൈൻമെൻറ്റ് മാറും, അപ്പോൾ ശബ്ദത്തിൻ്റെ ടോൺ മാറും. അപ്പോൾ മനസ്സിലാകും പാളം എവിടെയോ പൊട്ടിയിട്ടുണ്ടെന്ന്. ഞാൻ ചില മിനിറ്റുകളായി ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ലക്ഷണം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഈ പാളം എവിടെയോ തകർന്നിട്ടുണ്ടെന്ന്. ഞാൻ പാളവും താളവും പറയാൻ വന്നതല്ല. എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ കണ്ണുകളൊന്ന് ഉയർത്തി നോക്കണം. മാനവ ചരിത്രം ഇതുവരെ കണ്ടിട്ടില്ലാത്ത മാറ്റങ്ങളിലേക്ക് ലോകം അതിവേഗം അടുക്കുമ്പോൾ നമ്മൾ കണ്ണടച്ചിരുന്ന് ഉറങ്ങേണ്ടവരല്ല. നമ്മുടെ കർത്താവിൻ്റെ മടങ്ങി വരവ് അടുക്കൽ വാതുക്കൽ തന്നെയെന്ന് ലോക സംഭവങ്ങൾ നമ്മുടെ കൺമുൻപിൽ വിളിച്ചു പറയുമ്പോൾ ഞാൻ കൈവിടപ്പെട്ടു പോകരുതേ കർത്താവേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഒരുങ്ങുന്ന രാത്രിയായി രാത്രി തീരണം. കൂടുതൽ ഒന്നും തന്നെ ചിന്തിക്കാതെ തന്നെ ഞാനൊരു കൊച്ചു കാര്യം പറയട്ടെ. അതിലേക്കൊന്നും വിശദമായി കടക്കാൻ ഇന്ന് രാത്രി നേരമില്ല. എങ്കിലും ഇന്നേക്ക് 26 നൂറ്റാണ്ടുകൾക്ക് പുറകിൽ ലോകരാഷ്ട്രങ്ങളെ തൻ്റെ പിൻപിലും വെളിപ്പെടുവാൻ തുടങ്ങുന്ന ദൈവരാജ്യത്തെ തൻ്റെ മുൻപിലും കണ്ടുകൊണ്ട് യെഹെസ്കേൽ പ്രവാചകൻ 38-ാം അധ്യായം കുറിക്കുമ്പോൾ യുഗത്തിൻ്റെ സന്ധിയിൽ മാനവജാതിയുടെ ചരിത്രം അഭിമുഖീകരിക്കുന്ന ഒരു ഘോര യുദ്ധത്തെക്കുറിച്ച് ഓർപ്പിക്കുകയാണ്. വേദപുസ്തകത്തിൻ്റെ പ്രവചനത്തിൻ്റെ സത്യനില അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. ഓരോ പദങ്ങളും വ്യാഖ്യാനിക്കേണ്ടതാണെങ്കിലും ഒന്നും വിശകലനം ചെയ്യുന്നല്ല. രോഷ്, മേശക്, തൂബൽ എന്നിവരുടെ പ്രഭുവായ ഗോഗേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. റോഷ് റഷ്യ, മേശക് മോസ്കോ, തൂബൽ സൈബീരിയ. പുരാതന നാമങ്ങളും ആധുനിക നാമങ്ങളും ചേർത്ത് വെച്ച് പഠിച്ചാൽ റഷ്യയും മോസ്കോയും സൈബീരിയയും ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തോട് പറയുകയാണ്, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്റെ താടിയല്ലിൽ ചൂണ്ടൽ കൊളുത്തി. താടിയല്ലിൽ ചൂണ്ടൽ കൊളുത്തി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ യുദ്ധത്തിൻ്റെ ഗോദാവിലേക്ക് സാധാരണ താല്പര്യമില്ലെങ്കിൽ പോലും ഏതോ പ്രത്യേക വിശിഷ്ട നിയോഗത്താൽ താടിയല്ലിൽ ചൂണ്ടൽ കൊളുത്തി കമിഴ്ത്തി വലിച്ചുകൊണ്ട് ഒരു ശക്തിയെ കൊണ്ടുവരുവാൻ തുടങ്ങുന്നു. റഷ്യൻ മഹശക്തിയായിരിക്കും അത്. എന്നിട്ട് പറയുകയാണ്, സതേ പാർസികൾ, കൂശ്യർ, പൂത്യർ, ഗോമേരും അവൻ്റെ എല്ലാ പടക്കൂട്ടങ്ങളും വടക്കേ അറ്റത്തുള്ള തോഗർമ ഗ്രഹവും ഇങ്ങനെ പല ജാതികളെയും നിന്നോടൊപ്പം പുറപ്പെടുമാറാക്കും. പാർസികൾ, പേർഷ്യ അർത്ഥാൽ ഇറാൻ. പാർസികൾ, കൂശ്യർ, പൂത്യർ, ഗോമേരും അവൻ്റെ എല്ലാ പടക്കൂട്ടങ്ങളും എന്ന് പറഞ്ഞാൽ ആ ലിസ്റ്റ് പരിഗണിച്ചാൽ ഇറാന്റെ പിന്തുണയോടുകൂടെ റഷ്യയുടെ കൂട്ടുകെട്ടിനാൽ ഒരു വലിയ സൈനിക പോരാട്ടം ലോക ചരിത്രത്തിൻ്റെ പുരോഗതിയുടെ പിള്ളത്തൊട്ടിലായ മധ്യപൂർവ്വ പ്രദേശത്ത് സംഭവിക്കും. സ്തോത്രം. എന്നിട്ട് പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുകയാണ്, ശബയും ദദാനും തർസീസ് വർത്തകന്മാരും അതിലെ ബാലസിംഹങ്ങളും. വ്യാഖ്യാനിച്ച ആധുനിക തലമുറയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഗ്രേറ്റ് ബ്രിട്ടനും അമേരിക്കയും കാനഡയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ശക്തികൾ നിന്നോട് ഏറ്റുമുട്ടാൻ ആ ഗോദാവിൽ ഇറങ്ങി വരും. നിങ്ങൾ നോക്കുക, ഇന്ന് ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ കണ്ണൊന്ന് ഉയർത്തി ലോകരാഷ്ട്രങ്ങളുടെ രാഷ്ട്രീയ ചേരിയെ ഒന്ന് വിലയിരുത്തിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഇന്നേക്ക് സഹസ്രാബ്ദങ്ങൾക്ക് പുറകിൽ പരിശുദ്ധാത്മാവ് എഴുതി വെച്ച കാലത്തേക്ക് ചരിത്രം അടുക്കുകയാണ്. ഇത് സംഭവിച്ച് തുടങ്ങുമ്പോൾ നമ്മൾ കൈകെട്ടിയിരുന്ന് ഉറങ്ങേണ്ടവരല്ല. നമ്മുടെ കർത്താവിൻ്റെ മടങ്ങി വരവ് അടുക്കൽ വാതുക്കൽ തന്നെ എന്ന് തിരിച്ചറിഞ്ഞ് ആത്മാവിൽ ഉണരേണ്ട രാത്രിയാണ് ഈ രാത്രി. ആരും പരിഹസിച്ച് ചിരിക്കട്ടെ, മറ്റുള്ളവർ അശ്രദ്ധമായിരിക്കട്ടെ, എന്നാൽ ഇന്ന് രാത്രി ഈ കൊച്ചു കൂടിവരവിനകത്ത് നിത്യതയ്ക്കായി ദൈവം നിർണയിച്ച ഒരു ചെറിയ സംഘത്തിൻ്റെ തിരഞ്ഞെടുപ്പ് വ്യാപരിക്കുന്നത് കൊണ്ട് ആ മടങ്ങി വരവിൻ്റെ സംഘത്തിൽ ഞാനും കാണണം എന്ന് കൊതിക്കുന്നുണ്ടെങ്കിൽ ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങുന്ന രാത്രിയാകട്ടെ. എന്നെ അവിടെ അത്ഭുതപ്പെടുത്തിയൊരു വിഷയമുണ്ട്. ആ സന്ദർഭത്തിൽ ഇത് മധ്യപൂർവ്വ പ്രദേശത്ത് അണ്വായുധം ഉപയോഗിക്കപ്പെടും എന്ന് വരെയുള്ള സൂചനയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് യുദ്ധാനന്തര ഭൂമിയിൽ ചുറ്റി സഞ്ചരിക്കുന്നതിനെ കുറിച്ച് 39-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അന്ന് ഒരു മനുഷ്യൻ ചുറ്റി സഞ്ചരിക്കുമ്പോൾ അവരിൽ ഒരുവൻ യുദ്ധം കഴിഞ്ഞ ഭൂമിയിൽ ഒരു മനുഷ്യാസ്ഥി കണ്ടാൽ അത് നേരിട്ട് കൈകൊണ്ട് തൊടരുത്, അതിനെതിരെ അവിടെ ഒരു അടയാളം വയ്ക്കണം. എന്നിട്ട് അടക്കം ചെയ്യുന്ന സംഘം വന്ന് അതിനെ വിദഗ്ധമായി കൊണ്ടുപോയി അടക്കണം എന്ന് പറഞ്ഞാൽ യുദ്ധാനന്തര ഭൂമിയിൽ കത്തി
കത്തി വീണ ജൈവവസ്തുക്കളിൽ നിന്നും സംഭവിക്കുന്ന ഏതോ വികിരണങ്ങളാൽ കൈകൊണ്ട് തൊടുവാൻ കഴിയാത്ത വിധത്തിലുള്ള ആയുധമാണ് ആ പ്രതലത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. അങ്ങനെയാണെങ്കിൽ സ്തോത്രം, ആറ്റമിക് റേഡിയേഷൻ സിൻഡ്രം എന്ന മാരക വിപത്ത് എന്താണെന്ന്, അണ്വായുധ പ്രയോഗം കഴിഞ്ഞ യുദ്ധഭൂമിയിൽ നടന്നിട്ടുള്ള സംഭവങ്ങളുടെ ചരിത്രം നമുക്കറിയാം. ചെർണോബിൽ ആണവ റിയാക്ടർ ദുരന്തത്തിന് ശേഷം എന്താണ് അവിടെ നടന്നതെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ജൈവവസ്തുക്കൾ അണ്വായുധത്താൽ കത്തി വീണാൽ അതിൽ നിന്നുണ്ടാകുന്ന ജൈവ വികിരണത്താൽ അഥവാ റേഡിയേഷൻ വികിരണത്താൽ തൊടുന്ന വ്യക്തിയുടെ ഉള്ളും പുറവും കത്തുമെന്ന് ഇന്നത്തെ തലമുറയ്ക്കറിയാം. എന്നാൽ അമ്പും വില്ലും കൊണ്ട് യുദ്ധം ചെയ്യുന്ന കാലത്ത് അങ്ങനൊരു സംഭവം ചരിത്രത്തിൽ നടക്കുമെന്ന് എഴുതി വെച്ച ഒരു കാലത്ത് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നെങ്കിൽ എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ ഉറപ്പോടെ ഗ്രഹിക്കണം, ഈ തലമുറയിൽ എൻ്റെ കർത്താവ് മടങ്ങി വരും. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഈ തലമുറയിൽ എൻ്റെ കർത്താവ് മടങ്ങി വരും? ഈ രാത്രിയെ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യേശുവേ എന്നൊന്ന് ശബ്ദം ഉയർത്തി പറയാമോ? ലജ്ജ വേണ്ട കേട്ടോ, അഭിമാനമൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് ശബ്ദം ഉയരട്ടെ, ശബ്ദം ഉയരട്ടെ. എല്ലാ ദൈവമക്കളും ശബ്ദം ഉയരട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരുടെയും നാവിൽ നിന്ന് പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. ഓ രക്തത്താൽ ജയം, ദൈവ സാന്നിധ്യം വ്യാപരിക്കുന്ന ഈ രാത്രി, അഭിഷേകത്തിൻ്റെ തൈല നദി ഒഴുകുന്ന ഈ രാത്രി, പാതാള ശക്തികളുടെ മേൽ ജയം വ്യാപരിക്കുന്ന രാത്രി, കർത്താവിൻ്റെ കരം ചില വ്യക്തികളെ തൊടുന്ന രാത്രി, ദൈവത്തിൻ്റെ തേജസ് ഒരു മേഘം പോലെ ഇതിന് മീതെ വ്യാപരിക്കുന്ന രാത്രി, ഒരു ചെറിയ സംഘത്തെ ഒരുക്കിയെടുക്കുവാൻ ദൈവം തൻ്റെ ദാസന്റെ ശുശ്രൂഷയെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഈ രാത്രി ദൈവാത്മാവിൽ വിളിച്ചു പറയുന്നു, പാതാള ശക്തി ബന്ധിച്ചൊതുക്കി നിത്യ നരകത്തിലേക്ക് വലിച്ചിഴക്കേണ്ടതിന് നിന്റെ മേൽ അവന്റെ വാദഗതി ഉയർത്തുമ്പോൾ ഇന്ന് പകൽ അവറ്റകളെ തട്ടി തകർത്തുകൊണ്ട് കർത്താവിന്റെ മടങ്ങി വരവിന് വേണ്ടി ഒരുങ്ങത്തക്ക വിധം വചനത്താൽ എന്നെ പണിയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ലജ്ജ കൂടാതെ അഭിമാനത്തിന്റെ മുഖം മൂടി മാറ്റിവെച്ച് യേശുവേ എന്ന് പറഞ്ഞ് ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന രാത്രിയായി രാത്രി തീരട്ടെ. ആ മടങ്ങി വരവ് അടുക്കൽ വാതുക്കലായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധ വേദപുസ്തകത്തിലെ പ്രവചനങ്ങളും ഈ കാലഘട്ടത്തിൽ കേൾക്കുന്ന പ്രവചനങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഒരു പ്രവചനമായിരിക്കണമെങ്കിൽ അതിന് അടിസ്ഥാനപരമായ ചില മാനദണ്ഡങ്ങളുണ്ട്. ഞാൻ പ്രവചനത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവദാസനാണ്. എന്നോട് ദൈവത്തിന് ആത്മാവ് ഇടപെട്ട നിരവധി ദൈവാലോചനകൾ അക്ഷരികമായി നിറവേറ്റപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പ്രവചനമുണ്ട് എന്നും പ്രവചനം സത്യമാണെന്നും എൻ്റെ പ്രവാചകന്മാരെ തുടരുത്, എൻ്റെ അഭിഷിക്തന്മാർക്കൊരു ദോഷവും ചെയ്യരുത് എന്ന വചനം ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ തന്നെ ഈ പ്രവചനത്തിൻ്റെ പേരിൽ നടക്കുന്ന കള്ളക്കച്ചവടങ്ങളെ ഞാൻ നഖശിഖാന്തം എതിർക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ആളുകൾക്ക് 3-4 വാക്കുകൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് സ്തോത്രം വരും. അന്ധകാരം, ബന്ധനം, പോരാട്ടം, കെട്ട്. ഒരു പ്രത്യേക ശുശ്രൂഷയും വേണ്ട, ഈ 3-4 വാക്കുകൾ ആവർത്തിച്ചൊന്ന് ഉപയോഗിച്ചാൽ മതി. അതിൻ്റെ ഉരസലിൽ ഒരു പ്രത്യേകതയുണ്ട്. അന്ധകാരം, ബന്ധനം, പോരാട്ടം, കെട്ട്, പോരാട്ടം, ബന്ധനം, അന്ധകാരം, കെട്ട്, അന്ധകാരം, ബന്ധനം, പോരാട്ടം, കെട്ട്. പിന്നെ കൂട്ടത്തിൽ തട്ടിക്കളയാൻ, വെട്ടിക്കളയാൻ, കൂട്ടമായി പട്ടിണിക്കിടാൻ നോട്ടമിട്ട, വല്ലാത്ത നോട്ടമാകട്ടോ, നോട്ടമിട്ട സ്ഥാനത്ത് നിന്ന് പട്ടുമത്തയുടെ അവസ്ഥ തന്ന് മാനിച്ചുയർത്തിയവൻ ഞാനല്ലേ മോനെ എന്ന് പറഞ്ഞാൽ മടങ്ങിവരവ് പ്രസംഗിക്കുന്നതിനേക്കാൾ ഇരിക്കുന്ന ഇടത്തിരുന്ന് തറയിലിരുന്നാൽ തറ തൊടാതെ ആരാധിച്ചു കളയും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നിങ്ങളുടെ വികാരങ്ങളെ ഇക്കിളിയിട്ടുകൊണ്ടുള്ള ഒരു ശുശ്രൂഷയല്ല ഇന്ന് രാത്രി ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു യഥാർത്ഥ പ്രവചനമാകണമെങ്കിൽ അതിന് അടിസ്ഥാനപരമായ ചില മാനദണ്ഡങ്ങളുണ്ട്. സ്തോത്രം. മാനദണ്ഡം പറയുന്നു. 1, പ്രവചനം നിറവേറുന്നതിന് മുൻപ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കണം. സ്തോത്രം. 1, പ്രവചനം നിറവേറുന്നതിന് മുൻപ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കണം. 2, പ്രഖ്യാപനത്തിനും നിറവേറലിനുമിടയിൽ വ്യക്തമായ ഒരു ഇടവേളയുണ്ടായിരിക്കണം. 3, പ്രഖ്യാപനം ചെയ്യുന്ന വ്യക്തിക്ക് നിറവേറലിൽ കൈകടത്തലോ ഭാഗഭാഗിത്വമോ ഉണ്ടാകാൻ പാടില്ല. 4, പ്രവാചകൻ വിശദാംശങ്ങൾ പ്രദാനം
പ്രദാനം ചെയ്യണം എന്ന് പറഞ്ഞാൽ കുട്ടി ആണാകാനും പെണ്ണാകാനും സാധ്യതയുണ്ടെന്നോ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യത മട്ടിൽ പ്രവചിക്കരുത്. പ്രവചനം വിശദാംശങ്ങൾ പ്രദാനം ചെയ്യണം. സ്തോത്രം. പ്രവചനം മാനുഷിക കാഴ്ചപ്പാടുകൾക്കും ധാരണകൾക്കും അതീതമായിരിക്കണം. എന്ന് പറഞ്ഞാൽ മാനുഷിക ധാരണകൾക്കും കാഴ്ചപ്പാടുകൾക്കും അതീതമായി പ്രവചിക്കണം. നീയോ ബേഥലഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയിപ്പാനുള്ള തലവൻ എനിക്ക് നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും. പ്രവാചക, ഈ പ്രവചനം യാഥാർത്ഥ്യമാണോ? രാജാക്കന്മാർ ജനിക്കുന്നത് എവിടെയാണ്? കൊട്ടാരത്തിലോ കുഗ്രാമത്തിലോ? അദ്ദേഹം പറയും കൊട്ടാരത്തിൽ. പക്ഷെ ഈ രാജാവിൻ്റെ ജനനം നടന്നത് കുഗ്രാമത്തിലെന്നാണല്ലോ അങ്ങ് പ്രവചിച്ചത്. പ്രവാചകൻ പറയും, ആത്മാവ് എന്നോട് പറഞ്ഞു, ഞാൻ പ്രവചിച്ചെന്നേ ഉള്ളൂ. നിറവേറാൻ സമയമടുത്തപ്പോൾ ഒരു സാധുവായ ഗർഭിണി സ്ത്രീ ഒരു വാഹന മൃഗത്തിൻ്റെ പുറത്ത് വേച്ചും വിറച്ചും ബേഥലഹേമിലെത്തിയപ്പോൾ ജനനം നടക്കാൻ കാരണം ഇതിൻ്റെ പുറകിൽ അരുളി ചെയ്തത് മനുഷ്യനല്ല, അത് മഹാദൈവമാണെങ്കിൽ പ്രവചനം നിറവേറ്റുന്ന ഒരു കരം ജീവന്റെ പുറകിൽ വ്യാപരിച്ചിരിക്കും. ഈ പ്രവചനം നിറവേറുന്നതിന് മുൻപ് കൃത്യമായി വിശദീകരണങ്ങളോടെ പ്രവചിച്ചിരിക്കണം. അങ്ങനെ ചരിത്രത്തിൽ നിറവേറ്റപ്പെട്ട ഒരു പ്രവചന പുരുഷനെ ലോകം കണ്ടിട്ടുള്ളൂ. അതിന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന നസറയനായ യേശുവാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ശ്രദ്ധിച്ച് കേൾക്കണേ. ഞാൻ ഇന്ന് രാത്രി ഇവിടെ നിന്ന് ഒരു പ്രവചനം പ്രവചിക്കാൻ പോകുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. പ്രവചനം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. സ്തോത്രം. നാളെ എറണാകുളത്ത് ഭൂകമ്പമുണ്ടാകും. നടക്കുമോ? നിങ്ങളുടെയൊക്കെ ഇരിപ്പ് കണ്ടിട്ട് നടക്കുകയില്ല. കാരണം അന്യഭാഷ പറയാതെ പറഞ്ഞതാണ് എന്നുകൊണ്ടായിരിക്കും. സ്തോത്രം. ഒരുപറ്റം ആളുകൾ പറയാണെന്നിരിക്കട്ടെ, നടക്കും. ചിലർ പറയാൻ നടക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ പ്രവചനത്തിന് രണ്ട് വശമുണ്ട്. ഒന്നുകിൽ നടക്കും, പറഞ്ഞാട്ടെ, അല്ലെങ്കിൽ നടക്കത്തില്ല. അപ്പോൾ പ്രവചനത്തിന് രണ്ടിലൊന്ന് സാധ്യതയുണ്ട്. ഒന്നുകിൽ നടക്കും, അല്ലെങ്കിൽ നടക്കില്ല. ഞാൻ ആ പ്രവചനത്തിന് ഒരു വിശദാംശം കൊടുക്കാൻ പോകുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കുക. നാളെ രാവിലെ 5 മണിക്ക് എറണാകുളത്ത് ഭൂകമ്പത്തോടുകൂടി കൊടുങ്കാറ്റുമുണ്ടാകും. അത് നടക്കുമോ? അതിനും രണ്ടിലൊന്ന് സാധ്യതയുണ്ട്. സ്തോത്രം. വീണ്ടും ഞാൻ വിശദാംശം വർദ്ധിപ്പിക്കുകയാണ്. രാവിലെ 5 മണിക്ക് തന്നെ അത് നടക്കും. അത് നടക്കുമോ? അതിനും രണ്ടിലൊന്ന് സാധ്യതയുണ്ട്. അപ്പോൾ ഭൂകമ്പത്തിന് രണ്ടിലൊന്ന് സാധ്യത, കൊടുങ്കാറ്റിന് രണ്ടിലൊന്ന് സാധ്യത, അതെ 5 മണിക്ക് രണ്ടിലൊന്ന് സാധ്യത. അപ്പോൾ എൻ്റെ ചോദ്യം, വിശദാംശം വർദ്ധിപ്പിച്ചാൽ സാധ്യത കുറയുമോ സാധ്യത കൂടുമോ? എന്നോട് ഇപ്പോൾ മനസ്സിലായോ? വിശദാംശം കൂട്ടിയാൽ സാധ്യത കുറയുമോ സാധ്യത കൂടുമോ? സാധ്യത കുറയും. കാരണം എന്താ? എല്ലാ സാധ്യതകളും കൂടെ കൃത്യമായി ഒത്തുവരണമെങ്കിൽ വിശദാംശം കൂടിയാൽ ചിലപ്പോൾ സാധ്യത ഓരോന്നിനും കുറയും. സ്തോത്രം. ഭൂകമ്പത്തിന് രണ്ടിലൊന്ന് സാധ്യത, 5 മണിക്ക് രണ്ടിലൊന്ന് സാധ്യത, കൊടുങ്കാറ്റിന് രണ്ടിലൊന്ന് സാധ്യത. അങ്ങനെയാണെങ്കിൽ വിശദാംശം കൂടുമ്പോഴത്തേക്കും സാധ്യത കുറഞ്ഞു വരികയാണ്. അങ്ങനെ ഇരിക്കെ ഗതസമനയിലെ ശീതളഛായയിൽ വെച്ച് ദുഷ്ടശിഷ്യനായ യൂദയുടെ ആലിംഗന വിഷം, ഞാൻ ബോധപൂർവ്വം ഉപയോഗിച്ച പ്രയോഗമാണ്, ആലിംഗന വിഷം ഏറ്റുവാങ്ങിയത് മുതൽ കാൽവറിയിൽ സ്വന്തം തോളിന്മേൽ തലചായ്ച്ച് പ്രാണനെ വിടുന്നത് വരെ 24 മണിക്കൂർ കൊണ്ട് എൻ്റെ യേശുവിൽ മാത്രം നിറവേറേണ്ട 25 പ്രവചനങ്ങൾ വള്ളി പുള്ളി വിസർഗം മാറാതെ നിറവേറിയെങ്കിൽ അവൻ മേഘാരൂഢനായി മടങ്ങി വരുമെന്ന പ്രവചനം നിറവേറാതിരിക്കുമോ? ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ വിളിച്ചു പറയുന്നു, നിശ്ചയമായി നിറവേറും. ദൈവത്തിന് സ്തോത്രം. ഞാൻ അങ്ങ് റാന്നി ജനിച്ചതും നിങ്ങളൊക്കെ ഈ കാക്കനാടും പരിസരങ്ങളിൽ ജനിച്ചതും നമ്മളാരും പ്രവചിച്ചിട്ടൊന്നും അല്ല, വന്ന കൂട്ടത്തിലങ്ങ് വന്നതാണ്.
എന്നാൽ നമ്മുടെ കർത്താവ് പലസ്തീനിൽ ജനിച്ചത് വന്ന കൂട്ടത്തിൽ വന്നതല്ല. പ്രവചിച്ചു 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 പ്രവചിച്ച് പ്രവാചകന്മാരുടെ പ്രവചനത്തിന് പ്രചോദനം നൽകിയ പ്രവാചകാത്മാവും പ്രചോദന ജീവനുമായി പ്രവചിച്ചതുപോലെ ജനിച്ച്, പ്രവചിച്ചതുപോലെ ജീവിച്ച്, പ്രവചിച്ചതുപോലെ മരിച്ച്, പ്രവചിച്ചതുപോലെ അടക്കപ്പെട്ട്, പ്രവചിച്ചതുപോലെ ഉയർത്തെഴുന്നേറ്റ്, പ്രവചിച്ചതുപോലെ സ്വർഗാരോഹണം ചെയ്ത്, പ്രവചിച്ചതുപോലെ മധ്യസ്ഥത അണച്ച്, പ്രവചിച്ചതുപോലെ മടങ്ങി വരാൻ തുടങ്ങുന്ന ഒരുവനേ ഉള്ളൂ. അതിന്ന് രാത്രി നമ്മൾ സ്തോത്രം പറഞ്ഞ് ആരാധിക്കുന്ന നമ്മുടെ കർത്താവാണ്. ഒന്ന് കരമടിച്ചു ദൈവത്തെ ആരാധിക്കാൻ പറ്റുമോ? ഇന്ന് രാത്രി വിളിച്ചു പറയണം, എന്റെ കർത്താവ് പ്രവചിച്ചതുപോലെ ജനിച്ചു. ഗ്ലോറി ഗ്ലോറി ഹല്ലേലൂയ. അവൻ എവിടെ ജനിക്കുമെന്ന്, ആ ജനനം സാധാരണ ജനനമല്ല, ഒരു സ്ത്രീയുടെ സന്തതിയായിരിക്കുമെന്ന്. ആ സ്ത്രീ കേവലം സ്ത്രീയല്ല, ഒരു കന്യകയായിരിക്കുമെന്ന്. ആ കന്യക കേവലം കന്യകയല്ല, അബ്രഹാമിൻ്റെ തറവാട്ടിൽ പിറന്നവളായിരിക്കുമെന്ന്. അത് ഇസഹാക്കിൽ നിന്ന് ജന്മം കൊള്ളുമെന്ന്. അവൻ്റെ ജനനവേളയിൽ ഇവിടെ കൂട്ട ശിശുവധം നടക്കുമെന്ന്. ആ സമയം ഈ കുടുംബം ഈജിപ്തിലേക്ക് ചേക്കേറുമെന്ന്. അവിടെ പാർക്കുന്ന സമയത്ത് ഇവിടുത്തെ രാജാവ് മരിക്കുമെന്ന്. ഇവിടുത്തെ രാജാവിൻ്റെ നിര്യാണം കഴിഞ്ഞ് മടങ്ങി വന്ന ആ കുടുംബം നസ്രയത്ത് എന്ന കുഗ്രാമത്തിൽ പാർക്കുമെന്ന്. നസ്രയത്തിൽ പാർക്കുന്നതിനാൽ നസ്രായൻ എന്നവനെ വിളിക്കേണ്ടി വരുമെന്ന്. അവൻ 30-ാമത്തെ വയസ്സിൽ യോഹന്നാൻ എന്ന ഒരാളിന്റെ കൈക്കീഴിൽ സ്നാനമേൽക്കാൻ ഇറങ്ങി വരുമെന്ന്. അവനവനെ സ്നാനമേൽപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവ് രൂപത്തിൽ അവന് മേൽ അധിവസിച്ചിറങ്ങുമെന്ന്. അവൻ രോഗികളെ സൗഖ്യമാക്കി മരിച്ചവരെ ഉയർപ്പിച്ച് അത്ഭുതങ്ങൾ ചെയ്ത് നാടെങ്ങും സഞ്ചരിക്കുമെന്ന്. 33.5 തിരുവയസ്സെങ്കിൽ അവന്റെ ശിഷ്യന്മാർ ഒരുത്തൻ 25 വെള്ളിക്കാശിനല്ല, 35 വെള്ളിക്കാശിനല്ല, 30 വെള്ളിക്കാശിന് അവനെ ഒറ്റിക്കൊടുക്കുമെന്ന്. ഒറ്റിക്കൊടുത്തവൻ ഒറ്റിക്കൊടുത്തിട്ട് കെട്ടി ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന്. അവന്റെ കുടൽ തെറിച്ച് നടുവേ പിളർന്നു പോകേണ്ടി വരുമെന്ന്. യേശുവിനെ കൈകാലുകൾ കുളയ്ക്കുന്ന, കഴുത്ത് വെട്ടിയും കല്ലെറിഞ്ഞും കുറ്റവാളികളെ കൊല്ലുന്ന കാലത്ത് യേശുവിനെ കൈകാലുകൾ തുളയ്ക്കുന്ന ഒരു വധയുപകരണത്തിൽ തൂക്കേണ്ടി വരുമെന്ന്. അവന്റെ മരണം കൊടും കള്ളന്മാരുടെ നടുക്കായിരിക്കുമെന്ന്. അവന്റെ മരണസമയം അവന്റെ അങ്കിക്കായി ശത്രുക്കൾ ചീട്ടിടേണ്ടി വരുമെന്ന്. അവന്റെ മരണവേളയിൽ ഈ പ്രകൃതി ഇരുട്ടിൽ മറയുമെന്ന്. അവന്റെ മരണസമയം സഹക്രൂശിതരുടെ അസ്ഥികൾ ഒടിഞ്ഞതുപോലെ ഇവന്റെ അസ്ഥി ഒടിയേണ്ടി വരികയില്ലെന്ന്. അവന്റെ മരണം കൊടുങ്കള്ളന്മാരുടെ നടുക്കാണെങ്കിലും അവന്റെ ശവമടക്കൊരു ധനവാന്റെ കല്ലറയ്ക്കകത്ത് നടക്കുമെന്ന്. കല്ലറയ്ക്കകത്തു നിന്ന് മരണത്തിന്റെ വിഷമുള്ളൊടിച്ച് ദ്രവത്വത്തെ തോൽപ്പിച്ച് കടം വാങ്ങിയ കല്ലറ മടക്കി കൊടുത്ത് മരണപാതാളങ്ങളുടെ മേൽ ജയമെടുത്ത് കാവൽ പടയാളികളുടെ കാൽമുട്ടുകളെ വിറകൊള്ളിച്ച് എന്റെ രക്ഷകൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. ആണിപ്പാടേറ്റ പൊന്ന് കരങ്ങൾ ഉയർത്തി വത്സല ശിഷ്യന്മാരെ ആശീർവദിച്ച് അവൻ കാണുക സ്വർഗാരോഹണം ചെയ്യുമെന്ന്. അവൻ കാത്തിരിക്കുന്ന വിശുദ്ധന്മാർക്ക് ആത്മാവിനെ പകർന്നു തരുമെന്ന് എഴുതി വെച്ച വചനം ഇന്നലെ മാറ്റമില്ലാതെ നിറവേറിയെങ്കിൽ അവൻ മേഘാരൂഢനായി. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഇന്ന് രാത്രി അകം തിളയ്ക്കുന്ന, ആത്മവ്യാപാരം അനുഭവിക്കുന്ന, മടങ്ങിവരവിന്റെ പ്രത്യാശ കൊണ്ട് അകം കത്തുന്ന കൃപ പ്രാപിച്ച ദൈവമക്കൾ ആത്മാവിൽ പറയണം, അവൻ മടങ്ങി വരുമെന്ന് അരുളി ചെയ്ത വചനം നിവർത്തിയാകാതിരിക്കുമോ? ഉറപ്പായി പറയുന്നു, അവൻ മടങ്ങി വരും. ഗ്ലോറി ഹല്ലേലൂയ. ദൈവത്തിന് ക്രിസ്തീയ സഭയുടെ ഏറ്റവും വലിയ പ്രത്യാശ, ക്രിസ്തീയ സഭയുടെ ഏറ്റവും വലിയ പ്രത്യാശ 31,173 വാക്യങ്ങളുള്ള ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ 1845 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന അതിപ്രധാനപ്പെട്ട വിഷയം. അങ്ങനൊരു യാഥാർത്ഥ്യം നടന്നില്ലെങ്കിൽ ഈ വിശുദ്ധ ഗ്രന്ഥം അബദ്ധ ജഡിലമായ ഒരു ചതിയൻ മതഗ്രന്ഥമാണ് എന്ന് പറയേണ്ടി വരും എന്ന് പറയത്തക്ക ഒരു സംഭവം. ഞാൻ ബോധപൂർവം അത് ഉപയോഗിച്ചതാണ്. അബദ്ധ ജഡിലമായ ഒരു ചതിയൻ ഗ്രന്ഥമാണ് ഈ പുസ്തകം എന്ന് പറയേണ്ടി വരും എന്ന് പറയത്തക്ക വിധം. ഞാൻ ചോദിക്കട്ടെ, 2-3 നൂറ്റാണ്ടുകളിൽ അനേക ഭക്തന്മാരുടെ ശിരസറത്തപ്പോൾ, കൈകാലുകൾ കെട്ടിച്ചുട്ടപ്പോൾ, അവരുടെ ശരീരം വാളുകൊണ്ട് മുറിച്ചപ്പോൾ, അവരുടെ മാംസം മൃഗങ്ങൾ കടിച്ചു കീറിയപ്പോൾ, ആ മിന്നിത്തിളങ്ങുന്ന പടവാളികൾക്ക് മുൻപിൽ, അലറിയെടുക്കുന്ന ഘോര ജന്തുക്കൾക്ക് മുൻപിൽ, വെട്ടിത്തിളങ്ങുന്ന ആയുധങ്ങൾക്ക് മുൻപിൽ, കത്തിജ്വലിക്കുന്ന എണ്ണപാത്രങ്ങൾക്ക് മുൻപിൽ, മരണ
മരണത്തെ പാട്ടോടെ അഭിമുഖീകരിപ്പാൻ അവർ നിന്നതിൻ്റെ കാരണം അവൻ സകലതും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിവുള്ള തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് ഞങ്ങളുടെ താഴ്ചയുള്ള ഈ ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കി രൂപാന്തരപ്പെടുത്തുമെന്നുള്ള മരണത്തിനപ്പുറത്തേക്ക് കടന്നു പോകുന്ന ചലിക്കുന്ന ജീവന്റെ പ്രത്യാശയെങ്കിൽ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി പറയുന്നു, അത് യാഥാർത്ഥ്യമായി സംഭവിക്കും, അത് യാഥാർത്ഥ്യമായി സംഭവിക്കും. ഗ്ലോറി, ഹല്ലേലൂയ. നമുക്കറിയാം 325 ആണ്ട് AD ക്രിസ്തീയ വിശ്വാസത്തിന് അതിശക്തമായ പോരാട്ടം നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ ക്രിസ്തീയ വിശ്വാസത്തിന്റെ തീവ്ര പോരാട്ടങ്ങൾക്ക് നടുവിൽ സ്തോത്രം വിശ്വാസ പ്രഖ്യാപനത്തിന് അന്തിമ തീരുമാനമെടുക്കേണ്ട സദസ് യേശു ക്രിസ്തു ഉൾപ്പെടെയുള്ള ദൈവത്വത്തെ കുറിച്ചുള്ള വിശകലനം നൽകിക്കൊണ്ട് 325 ആണ്ട് AD 318 പിതാക്കന്മാർ നിക്കിയിലെ ബിഥുനയിൽ ഒരുമിച്ചുകൂടി അറിയൂസ് എന്ന ദൈവാസ്തിക നിഷേധിയുടെ ആശയങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് അത്താനേസ്യോസ് ഉൾപ്പെടെയുള്ള പിതാക്കന്മാരുടെ നേതൃത്വത്തിൽ രൂപപ്പെടുത്തിയ അനുഗ്രഹീതമായ ആശയങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ദർബാർ ഹാളിൽ കൂടിയ തർക്ക സമ്മേളനത്തിൽ തർക്കങ്ങൾക്കൊടുവിൽ പ്രഖ്യാപിച്ച നാം ഒക്കെ വിശ്വസിക്കുന്ന സുറിയാനി ക്രൈസ്തവ പശ്ചാത്തലത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന നിക്കിയ വിശ്വാസ പ്രമാണമുണ്ട്. ആ നിക്കിയ വിശ്വാസ പ്രമാണം അറിയാൻ കഴിയാത്ത ഒറ്റ ക്രിസ്തീയ സുറിയാനി പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്നവരില്ല. ഞാൻ ഉൾപ്പെടെ നമ്മുടെയൊക്കെ പശ്ചാത്തലത്തിൽ അത് കേട്ടു വളർന്നവരാണ്. നമുക്കറിയാം അതെങ്ങനെയാ തുടങ്ങുന്നറിയാമോ? പരിശുദ്ധ തൃത്വത്തെ വിശകലനം ചെയ്യുകയാണ്. പിതാവായി സർവശക്തനായി ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ ബാക്കി സകലത്തിൻ്റെയും സൃഷ്ടാവായ സത്യമുള്ള ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്ക് മുൻപേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് ഏകത്വമുള്ളവനും സർവ്വസൃഷ്ടിക്ക് മുഖാന്തരമായവനും മനുഷ്യരായ നമുക്ക് നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായാൽ കന്യമറിയാമിൽ ജഡം ധരിച്ച മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസ് നാളുകളിൽ നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് തിരകിത പ്രകാരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറി ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ ബാക്കി തൻ്റെ മഹാപ്രഭാവത്തോടെ വരുവാനിരിക്കുന്ന യേശു കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ക്രൈസ്തവ ലോകം ഏറ്റുചൊല്ലുമ്പോൾ ഞങ്ങൾ അവനെ കാത്തിരിക്കുന്നു എന്ന് പറയാൻ കഴിവുള്ള ഒരുപറ്റം ദൈവമക്കളാണ് ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുന്നതെങ്കിൽ വിശ്വാസത്തിൻ്റെ ജ്വാല അകത്ത് കത്തുന്ന ദൈവമക്കൾ ആത്മാവിൽ പറയണം, ഞങ്ങൾ കേവലം വിശ്വസിക്കുകയല്ല, ഇന്ന് രാത്രി ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ കരങ്ങൾ ഉയർത്തി പറയുന്നു, ആമേൻ കർത്താവേ മടങ്ങി വരണമേ. അകം കത്തുന്ന ദൈവമക്കളുടെ കരങ്ങൾ ദൈവസനം ഉയർത്തിപ്പിടിച്ചാട്ടെ. ഇന്ന് രാത്രി ഇതൊരു സാധാരണ മീറ്റിംഗ് അല്ല. പരിശുദ്ധാത്മാവ് ഇതിനകത്തിരിക്കുന്ന വ്യക്തികളെ ആത്മാവിൽ ഒരുക്കുകയാണ്. ഈ ദർശനം നിന്റെ കണ്ണിന്റെ മുൻപിൽ നിന്ന് പോയി കളയത്തക്ക വിധം, ഈ കാഴ്ചപ്പാട് നിന്റെ കണ്ണിൽ നിന്ന് അത് ബന്ധിക്കത്തക്ക വിധത്തിൽ ഭൗതികതയിലേക്ക് ജീവിതത്തെ തകർത്തു കൊണ്ടുപോകുവാൻ ഇരുട്ടിന്റെ ശക്തികൾ ഈ തലമുറയിൽ വാദിക്കുമ്പോൾ ഉടുതുണിക്ക് മറുതുണിയില്ലെങ്കിലും എരഗതിക്ക് പരഗതിയില്ലെങ്കിലും കയറിക്കിടക്കാൻ കൊട്ടാരമില്ലെങ്കിലും അപ് ടു ഡേറ്റ് മോഡൽ വാഹനമില്ലെങ്കിലും ആരോഗ്യത്തിന്റെ ഗാത്രമായ ഒരു ശാരീരിക അവസ്ഥയില്ലെങ്കിലും ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് എൻ്റെ കർത്താവ് വന്നാൽ കൈവിടപ്പെടാതെ എനിക്ക് നിത്യ വീട്ടിലെത്തണം എന്ന് കൊതിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ശബ്ദം ഉയർത്തി പറയണം, കർത്താവേ നീ മടങ്ങി വരണമേ. കൊതിയുള്ള എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്? ശബ്ദം ഉയരട്ടെ, ശബ്ദം ഉയരട്ടെ. ഈ രാത്രി ദൈവ സാന്നിധ്യം ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. കർത്താവിന്റെ കരം ചില വ്യക്തികളെ തൊടുന്ന രാത്രിയാണ്. നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ദർശനത്തിന്റെ തകർച്ചകളെ കർത്താവ് ഇന്ന് രാത്രി പണിതെടുക്കാൻ തുടങ്ങുന്ന രാത്രിയാണ്. ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ പ്രാർത്ഥിക്കണം. ഇന്നത്തെ സന്ധ്യയിൽ എൻ്റെ കർത്താവ് വന്നിരുന്നെങ്കിൽ, നാളത്തെ പ്രഭാതമാകുന്നതിന് മുൻപ് എൻ്റെ കർത്താവ് വന്നിരുന്നെങ്കിൽ, ഇന്ന് പകലത്തെ എൻ്റെ പ്രതീക്ഷ കർത്താവിന് മടങ്ങി വരവാണ്. ഇന്ന് രാത്രിത്തെ എൻ്റെ സ്വപ്നം എൻ്റെ കർത്താവിന് മടങ്ങി വരവാണ്. അകം കത്തുന്ന ദൈവമക്കൾ ആത്മാർത്ഥമായി പറയട്ടെ, എൻ്റെ കർത്താവ് മടങ്ങി വന്നിരുന്നെങ്കിൽ. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. വിശുദ്ധ വേദപുസ്തകം പഠിച്ചാൽ, സമഗ്രമായി അപഗ്രഥിച്ച് പഠിച്ചാൽ, മനുഷ്യരോടുള്ള ദൈവത്തിൻ്റെ ഇടപാടിൻ കാലങ്ങളെ വ്യത്യസ്ത ഘട്ടങ്ങളായി വിശുദ്ധ ബൈബിൾ വിഭജിച്ചിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെ മുഖം റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് അകത്തോട്ട് കയറുന്ന, ഇത് ഹൃദയത്തിൽ കത്തുന്ന ചില ദൈവമക്കൾ ഇതിനകത്തിരിപ്പുണ്ട്. നിങ്ങളുടെ മോഹം കണ്ടാൽ അറിയാം, നിങ്ങളുടെ ഇരിപ്പ് കണ്ടാൽ അറിയാം.
ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ചിലരുടെ മുഖത്ത് നോക്കുമ്പോൾ അവരുടെ മുഖം കത്തുന്നുണ്ട്. ഇന്ന് രാത്രി പറയട്ടെ, അത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഈ പ്രസംഗശാസ്ത്രം ഞങ്ങൾ പഠിച്ച കാലത്ത്, ഞാൻ 19ാമത്തെ വയസ്സിൽ ബൈബിൾ സ്കൂളിൽ പഠിച്ചയാളാണ്. എനിക്ക് 57 വയസ്സ് പ്രായമുണ്ട്. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ 3.5 പതിറ്റാണ്ടുകൾ കൃത്യ ഓർമ്മയോടെ ദൈവവചനം പ്രസംഗിക്കാൻ ഇടയായിട്ടുണ്ട്. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ പ്രസംഗിക്കാൻ ദൈവവസരം നൽകിയിട്ടുണ്ട്. ഈ പ്രസംഗശാസ്ത്രം പഠിക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് ബോഡി ലാംഗ്വേജിൻ്റെ ഭാഷ. എന്ന് പറഞ്ഞാൽ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന ആളിന് ഇത് രുചിക്കുന്നുണ്ടോ എന്നറിയണമെങ്കിൽ ആ ആളിൻ്റെ ഭാഷയ്ക്ക് അതീതമായ ഭാഷയാണ് ഇരിപ്പിലുള്ള ബോഡി ലാംഗ്വേജിൻ്റെ ഭാഷ. എന്ന് പറഞ്ഞാൽ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ മുൻപോട്ട് കാല് നീട്ടി ആ കാലിൻ്റെ മണ്ടയിൽ അടുത്ത കാല് കയറ്റി വെച്ച് മുകളിലത്തെ കാൽപ്പത്തി ഇങ്ങനെ ആട്ടിക്കൊണ്ടിരുന്നാൽ, അവിടെ ആരെങ്കിലും അങ്ങനെ ആട്ടുന്നുണ്ട് തെറ്റിദ്ധരിക്കേണ്ട, ആട്ടിക്കൊണ്ടിരുന്നാൽ ഞങ്ങളോട് പറയുന്നൊരു സന്ദേശമുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ 2 കൈയും പിണച്ച് നെഞ്ചിൽ ചേർത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ഞങ്ങളോട് പറയുന്നൊരു സന്ദേശമുണ്ട്. പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ ചൂണ്ടുവിരൽ കൊണ്ട് ചെവിപ്പുറക് ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞങ്ങളോട് പറയുന്നൊരു സന്ദേശമുണ്ട്. പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കൈ ചെന്ന് തലയുടെ പിൻഭാഗത്ത് വിശ്രമിച്ചാൽ ഞങ്ങളോട് പറയുന്നൊരു സന്ദേശമുണ്ട്. സ്തോത്രം. പ്രസംഗശാസ്ത്രത്തിൽ ബോഡി ലാംഗ്വേജിൻ്റെ ഭാഷ എന്ന് പറയും. ഇനിയും പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ കൂടെ വാച്ചേ നോക്കിയാൽ നിർത്താറായില്ലയോ ഉപദേശി എന്നാണ് പറയുന്നതെന്ന് ആർക്കാ മനസ്സിലാക്കാൻ വയ്യാത്തത്? ഈ പറയുന്നത് നിങ്ങളുടെ മനസ്സിന് വല്ലാതെ രുചിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബോഡിയുടെ ഇരിപ്പിൽ അതിൻ്റെ ഡിഗ്രി, അതിനൊരു പ്രത്യേക ഡിഗ്രി ഉണ്ട്. ആ ഡിഗ്രിയുടെ ചരിവ് നിങ്ങൾക്കുണ്ടാകും. നിങ്ങളുടെ കണ്ണിൻ്റെ നോട്ടത്തിന് പ്രത്യേക ആംഗിൾ ഉണ്ടാകും. എന്തിനേറെ വിശദാംശം മനസ്സിൽ വരുന്നത് ആഴത്തിൽ പതിഞ്ഞാൽ ശരീരത്തിലെ കെമിക്കൽ ബാലൻസ് വരെ മാറ്റാൻ വിശദാംശത്തോട് നിങ്ങളുടെ ബന്ധത്തിന് കഴിയും. കരം ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ഞാനിവിടെ നിന്ന് ഇന്ന് രാത്രി വാളംപുളിയെക്കുറിച്ചൊരു പ്രസംഗിക്കാന്നിരിക്കട്ടെ. വാളംപുളി അറിയാമല്ലോ. അതിൻ്റെ തവിട്ട് കളറുള്ള തോട് പൊളിച്ചു മാറ്റി അതിൻ്റെ ഹൽവയുടെ രൂപത്തിലെ മാതളം സ്പൂണ് കൊണ്ട് വടിച്ചടർത്തിയെടുത്ത് അതിനകത്ത് ഉപ്പും മുളകും കൃത്യ അനുപാതത്തിൽ ഉടച്ചു ചേർത്ത് അത് നെയ്പ്പരുവത്തിൽ ഹൽവ പോലെയാക്കി ഇളക്കി അത് ചിലരുടെ നാക്ക് ചെന്ന് ചുണ്ടേ തൊടുന്നത് ഞാൻ നേരിട്ട് കണ്ടു. എന്നാ കാര്യം? വിശദാംശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വായിൽ വെള്ളം വന്നു. ഫ്ലൂട്ട് വായിക്കുന്നവൻ്റെ മുൻപിൽ നിന്ന് നിങ്ങൾ വാളംപുളി തിന്ന് കാണിക്കാമോ? കുഴലിൽ കൂടെ വെള്ളം ചാടും. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം, കേൾക്കുന്ന സമയത്ത് ഈ ശരീരത്തിനകത്ത് മാറ്റം വരുത്താൻ ഇവിടുത്തെ കേൾവിക്ക് കഴിയുമെങ്കിൽ എൻ്റെ കർത്താവ് മടങ്ങി വരുന്നു എന്ന് കേൾക്കുമ്പോൾ സൂചി വിഴുങ്ങിയതുപോലെ ഇരിക്കുന്നതല്ല, കർത്താവിൻ്റെ മടങ്ങി വരവിൽ കൊതിയോടിരിക്കുന്ന ദൈവമക്കളുടെ അകത്തിളപ്പ്. ഇന്ന് രാത്രി എൻ്റെ കർത്താവ് വന്നിരുന്നെങ്കിൽ എന്ന് കൊതിക്കുന്ന ഒരു ദൈവ പൈതൽ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അകമാത്മാവിൽ കത്തും. ആരുടെയും പ്രേരണ കൂടാതെ ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യും. കർത്താവ് തൻ ഗംഭീരനാദത്തോടെ, പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടെ, ദൈവത്തിന്റെ കാഹളത്തോടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും എന്നോട് ചേർന്ന് ഇതറിയാവുന്ന ദൈവമക്കൾ ആത്മാവിൽ പറയട്ടെ, അത് മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരായി തീരും. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നമ്മുടെ കർത്താവായ യേശു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അവൻ നമ്മുടെ താഴ്ചയുള്ള ഈ ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. കൂടാരമായി ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. ഒരുവാനല്ല മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കയാൽ ഈ കൂടാരത്തിൽ ഇരിക്കുന്ന ഇടത്തോളം ഞങ്ങൾ ഭാരപ്പെട്ടു ഞരങ്ങുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്ന ദൈവം തന്നെ. അവനവൻ കൂടാരത്തിൽ വസിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. ഞാൻ ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിൽ മറ്റൊരുത്തൻ പണിയുന്നു. അവനവൻ എങ്ങനെ
പണിയുന്നു എന്ന് താൻ തന്നെ നോക്കിക്കൊള്ളട്ടെ. ഒരുത്തൻ ആ അടിസ്ഥാനത്തിന്മേൽ പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ ഇവ കൊണ്ട് പണിയുന്ന പണി ആ ദിവസം വെളിപ്പെട്ടു വരും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഇന്ന് രാത്രി ഇവിടെ നിന്ന് ആരാധിക്കുന്ന ദൈവമക്കൾ പറയട്ടെ, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനിയും നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസം എനിക്ക് നൽകും. പ്രത്യാശ നിറഞ്ഞ ദൈവമക്കളുടെ ഹൃദയം കത്തുകയാണ് കർത്താവിന് മടങ്ങി വരവെങ്കിൽ. മനുഷ്യവർഗത്തോടുള്ള ദൈവത്തിന്റെ ഇടപാടിൻ കാലങ്ങളെ വ്യത്യസ്ത ഘട്ടങ്ങളുള്ള യുഗങ്ങളായി ബൈബിൾ തിരിച്ചിട്ടുണ്ട്. യുഗങ്ങൾ വളരെയധികം വേദശാസ്ത്ര പ്രാധാന്യമുള്ള ഒരു പഠനമാണ് യുഗപഠനം. ശ്രദ്ധിച്ച് കേൾക്കണേ. അതിൽ ഒന്നാമത്തെ യുഗം നിഷ്കൽമഷ യുഗം. എന്താ യുഗമാ? ഒന്ന് ശബ്ദം ഉയർത്തി പറഞ്ഞേ. നിഷ്കൽമഷ യുഗം. കൽമഷം എന്ന് പറഞ്ഞാൽ തെറ്റ്, പാപം. നിഷ്കൽമഷം എന്ന് പറഞ്ഞാൽ പാപമില്ലാത്ത യുഗം. സ്തോത്രം. നിഷ്കൽമഷ യുഗം. ഞാൻ പറയുന്ന മലയാള ഭാഷ നിങ്ങൾക്ക് എല്ലാവർക്കും ശരിക്കും തിരിയുന്നുണ്ടല്ലോ അല്ലേ? ദൈവത്തിന് സ്തോത്രം. ഈ മലയാള ഭാഷയിൽ ഈ ചില പ്രത്യേക പ്രയോഗങ്ങൾ അല്പം തിരിയാൻ ബുദ്ധിമുട്ട് വരും. എങ്കിലും നമ്മൾ ഓരോരുത്തരും വായിക്കുന്നതും പറയുന്നതുമായ ഭാഷയ്ക്ക് അനുകൂലമായിട്ട് എന്നാലും ശ്രദ്ധിച്ച് കേൾക്കുക. ഏദൻ പറുദീസയിൽ ആദം ഹവ്വമാരെ ദൈവം ആക്കിയത് മുതൽ ഏതിൽ നമ്മൾ പുറത്താക്കപ്പെടുന്നത് വരെയുള്ള കാലഘട്ടമാണ് നിഷ്കൽമഷ യുഗം. രണ്ടാമത്തെ ഘട്ടം മനസാക്ഷി യുഗം. ഏതിൽ നമ്മൾ പുറത്താക്കപ്പെടുന്നത് മുതൽ നോഹയ്യ പ്രളയം വരെയുള്ള കാലഘട്ടമാണ് മനസാക്ഷി യുഗം. മൂന്നാമത്തെ യുഗമാണ് മാനുഷിക ഭരണയുഗം. അർത്ഥാൽ ഏതിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത് മുതൽ ബാബേൽ ഗോപുര നിർമ്മാണം വരെയുള്ള കാലഘട്ടമാണ് മാനുഷിക ഭരണയുഗം. അടുത്ത യുഗമാണ് വാഗ്ദത്ത യുഗം. കൽദയ പട്ടണമായ ഊരിൽ നിന്ന് ഇന്നത്തെ ഇറാഖിൻ്റെ ദക്ഷിണ ഭാഗത്തുള്ള ഡെൽമുഖയാർ എന്ന പട്ടണത്തിൽ നിന്ന് അബ്രഹാമിനെ വിളിച്ചു വേർതിരിക്കുന്നത് മുതൽ അബ്രഹാമിൻ്റെ സന്തതി പരമ്പരകൾ വാഗ്ദത്ത ദേശത്തെ ലക്ഷ്യമാക്കി ഇറങ്ങി പുറപ്പെടുന്നത് വരെയുള്ള കാലഘട്ടമാണ് വാഗ്ദത്ത യുഗം. അടുത്ത ഘട്ടമാണ് ന്യായപ്രമാണ യുഗം. ദൈവത്തിന് സ്തോത്രം. ന്യായപ്രമാണ യുഗം രണ്ട് മലയിടുക്കുകളുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് വിശേഷിപ്പിച്ച് പറയാം. എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ മല സീനായ് മല. മേഘം, അന്ധതമസ്, കൂരിരുട്ട്, വാക്കുകളുടെ ശബ്ദം ഇവയിൽ കത്തിക്കാളുന്ന തീയിൽ പ്രപഞ്ച ചക്രവർത്തിയായ മഹാദൈവം ഇറങ്ങി വന്ന് കൽപ്പനകൾ കൽപ്പലകകളിൽ അഗ്നിവിരലുകൾ കൊണ്ട് എഴുതി നൽകിയ സീനായ് കൊടുമുടിക്കും. കാൽവറി ക്രൂശിൽ എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്തെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാഥൻ നിലവിളിച്ചു മരിച്ച ഗോൽഗോഥാ മലയ്ക്കുമിടയിൽ 1500 വർഷം ന്യായപ്രമാണ യുഗം നിലകൊള്ളുകയാണ്. അടുത്ത യുഗമാണ് കൃപായുഗം, സഭായുഗം, ചർച്ചേജ്, ഹോളി സ്പിരിറ്റേജ് എന്നറിയപ്പെടുന്ന ആത്മയുഗം. ഇത് രണ്ട് പുനരുത്ഥാനങ്ങളുടെ നടുവിൽ സ്ഥിതി ചെയ്യുകയാണ്. ഒന്ന് കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. ഒന്നാമത്തെ പുനരുത്ഥാനം ക്രിസ്തു കല്ലറയിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പ്. അടുത്ത പുനരുത്ഥാനം യേശുവിൽ വിശ്വസിക്കുന്ന വിശുദ്ധന്മാർ കാഹളത്തിന്റെ ശബ്ദത്തിങ്കൽ ഈ മണ്ണിൽ നിന്ന് വിണ്ണിലേക്ക് പറന്നുയരുന്ന ഉയർത്തെഴുന്നേൽപ്പ്. അടുത്തതാണ് സഹസ്രാബ്ദ യുഗം. അങ്ങനെ യുഗകാര്യ പരിപാടിയിൽ മനസാക്ഷി യുഗത്തിന്റെ സന്ധ്യയിൽ ചരിത്രത്തിൽ ഒരു പ്രത്യേക സംഭവം നടന്നത് യേശു ക്രിസ്തു വിശകലനം ചെയ്യുകയാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ബഥാന്യയ്ക്കും ബത്ഭാഗയ്ക്കും ഇടയിൽ നിന്ന് ഒരു കഴുതമേൽ കയറി യെരുശലേമിലേക്ക് ചെല്ലുകയാണ്. നമുക്കറിയാം കർത്താവിൻ്റെ ഒടുവിലത്തെ ദിവസങ്ങളാണിത്. ആ സമയത്ത് ദൈവത്തിന് സ്തോത്രം, അവൻ്റെ യാത്രാ മൃഗം കഴുതയാണ്. എന്താണ്? കഴുതയാണ്. അവൻ യാത്ര ചെയ്യുന്ന ഒറ്റയ്ക്കല്ല, പരിവാരത്തോടു കൂടെയാണ്. അവൻ കടന്നു എന്നതിൻ്റെ ഉദ്ദേശം ദേവാലയ വിശുദ്ധീകരണമാണ്. അബ്രഹാം തൻ്റെ മകനായ ഇസഹാക്കിനെ ബലികഴിപ്പാൻ മോറിയായിൽ ഉപയോഗിച്ച കല്ല് അതിപരിശുദ്ധ സ്ഥലത്ത് വരത്തക്ക വിധത്തിൽ കല്ലുകൊണ്ടും വെള്ളികൊണ്ടും പൊന്നുകൊണ്ടും ലെബനോണിലെ ദേവദാരുക്കൾ കൊണ്ടും പടുത്തുയർത്തിയ തങ്കക്കുട കെട്ടിടമായ കനക കൊട്ടാരമായ യെരുശലേം ദൈവാലയത്തിന് അശുദ്ധി കണ്ടുകൊണ്ട് കർത്താവ് കയ്യിൽ ചാട്ടവാറെടുക്കുന്ന രംഗം നമുക്ക് ആ ഭാഗത്ത് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ദേവാലയത്തിലേക്കുള്ള യാത്രയിൽ ഉപയോഗിച്ച വാഹനമൃഗം പ്രവാചക വാഹനമൃഗമാണ്. യേശു ആ ജനതയുടെ പ്രവാചകൻ എന്നാണ് വ്യക്തമാക്കുന്നത്. ഒറ്റയ്ക്കല്ലവൻ പരിവാരത്തോടു കൂടെയാണ് യാത്ര ചെയ്യുന്നത്. പരിവാരം രാജാക്കന്മാരുടെ പദവിയാണ്. യേശു ക്രിസ്തു ആ ജനതയുടെ രാജാവ് എന്നാണ് ആ യാത്ര വ്യക്തമാക്കുന്നത്. അവൻ ദൈവാലയ ശുദ്ധീകരണത്തിന് ചാട്ടവാർ കയ്യിലെടുത്തത് ദേവാലയ ശുദ്ധീകരണം പൗരോഹിത്യ ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് യേശു ആ ജനതയുടെ പുരോഹിതൻ എന്ന് വ്യക്തമാക്കുകയാണ്. ആ ജനതയുടെ പ്രവാചകൻ, ആ ജനതയുടെ പുരോഹിതൻ, ആ
ജനതയുടെ രാജാവ്. പക്ഷേ യേശുവിനോട് അവർ ചോദിക്കുകയാണ്, തനിക്ക് എന്താണോ ഇവിടെ കാര്യം? ഭരണാധികാരികൾ എല്ലാവരും കൂടെ ചേർന്ന് ആരാധനയുടെ കേന്ദ്ര ബിന്ദുവിനെ പുറത്താക്കുകയാണ്. കരഞ്ഞ് കലങ്ങിയ കണ്ണുകളോടുകൂടെ യേശു യെരൂശലേം ദൈവാലയത്തോട് വിട പറഞ്ഞ് യാഗത്തിൻ്റെ ഉച്ചിഷ്ടമിച്ചിഷ്ടങ്ങൾ കഴുകി ഒഴിക്കുന്ന ചരിത്ര പ്രസിദ്ധമായ ഒലിപ്പുതോടായ കിദ്രോൻ തോട് കുറുകെ മുറിച്ച് ഇത്രയും ദൈവമക്കൾ ഈ വചനം കേട്ടുകൊണ്ട് ഇവിടെ ഇരിക്കുമ്പോഴും നമ്മുടെ നാഥൻ്റെ പവിത്ര പാദസ്പർശനത്താൽ കിഴക്ക് പടിഞ്ഞാറായി രണ്ടായി പൊട്ടിക്കീറുന്ന ഭാഗ്യകാലമോർത്ത് നമ്മുടെ തലമുറയിൽ തല ഉയർത്തി നിൽക്കുന്ന ഒലിവുമലയുടെ മുകൾ പരപ്പിലേക്ക് കർത്താവ് ശിഷ്യന്മാർ ഒരുമിച്ച് നടന്നു നീങ്ങുന്ന രംഗം എൻ്റെ മുൻപിൽ ഇരിക്കുന്ന ദൈവമക്കൾ ആത്മ കണ്ണുകൾ കൊണ്ടൊന്ന് കാണണം. ഒന്ന് കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. ആ ചെറിയ സംഘം നടന്നു കയറുകയാണ്. ഞാൻ ഇങ്ങനെ വിശേഷിപ്പിക്കട്ടെ, അസ്തമന സൂര്യൻ്റെ ചെങ്കതിരികൾ യെരൂശലേം ദൈവാലയത്തിൻ്റെ താഴികക്കുടത്തിൽ തട്ടിത്തലോടി ദേവാലയം കനക കമ്പളത്തോടുകൂടെ വെട്ടിത്തിളങ്ങി നിൽക്കുമ്പോൾ ശിഷ്യന്മാർ ചോദിക്കുകയാണ്, ഗുരു നോക്ക്, എത്ര സുന്ദരമായിരിക്കുന്നു ദൈവാലയം. പച്ചപ്പട്ടു പുതച്ച വൃക്ഷനിബിഡമായ മേഖലയിൽ തങ്കക്കുട കെട്ടിടം പോലെ വെട്ടിത്തിളങ്ങുന്ന ദൈവാലയത്തിൻ്റെ ശില്പഭംഗിയിലേക്ക് ശിഷ്യന്മാരുടെ കണ്ണുടക്കിയപ്പോൾ പാപത്തിൻ്റെ കൈക്കറകളിലേക്ക് യേശുവിൻ്റെ കണ്ണുടക്കി. ഞാനൊരു ദൂതിന്ന് രാത്രി ഇവിടെ പറയാം, മനുഷ്യൻ പുറമേ ഉള്ളത് കാണുന്നു, എൻ്റെ യേശു അകമേ ഉള്ളത് കാണുന്നു. പുറത്തെ ഭംഗി കണ്ട് മാർഗിടുന്നവരുടെ നടുവിൽ അകത്തെ വിശുദ്ധി കണ്ട് വിധി പറയുന്നവൻ ഇന്ന് രാത്രി ഇവിടെ എത്തിയിട്ടുണ്ട്. അവന് പുറത്തെ ഭംഗി അല്ല വലുത്, അവൻ അകത്തെ വിശുദ്ധിയാണ്. പുറത്തൊരു ഭംഗിയും ഇല്ലെങ്കിലും അകത്ത് കയ്യിൽ കറ പറ്റിയിട്ടില്ലെങ്കിൽ അതാണ് ജീവിതത്തിൻ്റെ ഭാഗ്യമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി പറയണം, പുറത്തെ ഭംഗിയേക്കാൾ വലുത് അകത്തെ വിശുദ്ധിയാണ്. കർത്താവിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കണം. ഇതൊക്കെയും കാണുന്നില്ലയോ? കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർന്നു പോകുന്ന കാലം വരും. ഈ ദൂതിന്ന് രാത്രിയിൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ വാക്കിൻ്റെ ശക്തി ഗ്രഹിക്കണേ. സ്തോത്രം. കർത്താവ് പറഞ്ഞ എന്തെന്നറിയാമോ? 3.5 കൊല്ലം എന്നെ കൂടെ നടന്ന് ദേവാലയത്തേക്കാൾ വലിയവൻ, പുരോഹിതന്മാരെക്കാൾ വലിയവൻ, പ്രവാചകന്മാരെക്കാൾ വലിയവൻ, മോശയേക്കാൾ വലിയവൻ, യാഗപീഠത്തേക്കാൾ വലിയവൻ എന്ന പ്രസംഗം നിർഗളമായി നിങ്ങൾ കേട്ടിട്ടും ഇതുവരെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പള്ളിക്കൊതി വിട്ടില്ലല്ലോ. ഇന്ന് രാത്രി ഒരു ആലോചന വിളിച്ചു പറയട്ടെ. യേശുവിനെ പിൻപറ്റുമ്പോഴും ഉള്ളുകൊണ്ട് പാരമ്പര്യത്തെ മുറുകെ പിടിക്കുന്നവരാരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ നിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന മോഹക്കോട്ടയുടെ മേൽ എൻ്റെ ദൈവത്തിൻ്റെ ന്യായവിധിയുടെ തീയിറങ്ങുന്നതിന് മുൻപ് കർത്താവ് വെറുക്കുന്നതിനെ എല്ലാം എടുത്ത് വലിച്ച് പുറത്ത് കളഞ്ഞിട്ട് യേശുവല്ലാതെ എനിക്കൊന്നുമില്ലെന്ന് പറയാൻ അകത്ത് പ്രാഗൽഭ്യമുള്ള ഒരുപറ്റം ആളുകളെ സ്വർഗം ഇതിനകത്ത് അന്വേഷിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. യേശുവും ശിഷ്യന്മാരും ഒരുമിച്ച് ദേവാലയത്തിനെതിരെയുള്ള ഒലിവുമലയുടെ മുകൾ പരപ്പിലെ കൽക്കൂട്ടത്തിൽ ഇന്നും ചരിത്ര വിസ്മൃതികൾ പേറിയുള്ള ആ കൽക്കൂട്ടത്തിന് നടുവിലിരിക്കുകയാണ്. ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചു, ഗുരു, നീ പറഞ്ഞല്ലോ വരവ്, അതെപ്പോഴാണ് സംഭവിക്കുന്നേ? നിന്റെ വരവിനും ഈ ലോകത്തിൻ്റെ അവസാനത്തിനും അടയാളം എന്താണ്? ഞങ്ങൾക്കിതൊന്ന് പറഞ്ഞു തരണം. കർത്താവ് ഈ വിഷയത്തെക്കുറിച്ച് വിശകലനം ചെയ്യുമ്പോൾ കർത്താവ് പറയുന്ന വാക്കുകൾ, ഈ കുഞ്ഞിനെ ഒന്ന് പിടിക്കണേ ദൈവം. ഇത് ഇത്രയും പേരുടെ ശ്രദ്ധ ഒന്ന് മാറുന്നത് കൊണ്ട് ഇവിടെ ഒരാൾ മുഖാന്തരം കുഞ്ഞുങ്ങളെ വളരെ സ്നേഹത്തോടെ അത് ഒന്ന് കരുതണം. ദൈവം ശ്രദ്ധിക്കണം, ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. ഈ സൂചിക്കുഴയിൽ നൂല് കയറ്റുമ്പം സഹോദരിമാർക്കൊരു ഏകാഗ്രതയില്ലേ? അതേ ഏകാഗ്രതയോടെ വേണം. അല്ലാതൊരു ബഹളം പോലും ഇന്ന് രാത്രി ഇത് അവസാനിക്കാതിരിക്കാനാണ്. കുഞ്ഞുങ്ങളെയൊക്കെ വളരെ സ്നേഹിക്കുന്ന ആളാണെങ്കിലും ഇതൊന്ന് അകത്തോട്ട് കയറണം കേട്ടോ. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ദൈവത്തിന് സ്തോത്രം. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മൾ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ വിഷയം വിശകലനം ചെയ്യുന്ന സമയത്ത് വളരെ ഗൗരവത്തോടുകൂടെ ഈ കാര്യം കൈകാര്യം ചെയ്യുകയാണ്. കർത്താവ് ദൈവത്തിന് സ്തോത്രം എൻ്റെ അടുക്ക ശിഷ്യന്മാർ ചോദിച്ചു, ആ സമയം എപ്പോഴാണ് നടക്കുന്നേ? അതിൻ്റെ ടൈം ഒന്ന് പറഞ്ഞു തരണം. പക്ഷേ നമ്മുടെ കർത്താവ് പറഞ്ഞു, ആ നാൾ, ഡേറ്റ്, ആ നാഴിക, മണിക്കൂർ, ഇത് രണ്ടും പിതൃഹൃദയത്തിൽ വെച്ചിരിക്കുന്നു, അജ്ഞാതമാണ്. എന്നാൽ അടുത്തത് ആ സീസൺ, ആ കാലം ഞാൻ നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം. എത്ര പേർ അന്നുണ്ടായിരിക്കും? ഇന്നത്തെ സബ്ജക്റ്റിൻ്റെ പ്രധാന തലക്കെട്ട് കർത്താവിൻ്റെ മടങ്ങി വരവിന് വേണ്ടി ഒരുങ്ങുക എന്നതല്ലേ? അങ്ങനെയെങ്കിൽ എത്ര പേർ അന്നുണ്ടായിരിക്കും എന്നതും വ്യക്തമാക്കി തരാം. ഈ വിഷയത്തെ വിശകലനം ചെയ്യുവാൻ കർത്താവ് മനസാക്ഷി യുഗത്തിൻ്റെ സന്ധിയിൽ നടന്ന ഒരു മഹാസംഭവത്തിലേക്ക് കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ ശ്രദ്ധ കൊണ്ടുപോകുകയാണ്. എന്താണ് മനസാക്ഷി യുഗത്തിൻ്റെ സന്ധിയിൽ നടന്നൊരു സംഭവം? ദൈവത്തിന് സ്തോത്രം. നോഹയുടെ കാലം പോലെ തന്നെ, ഒന്ന് ശബ്ദം ഉയർത്തി പറഞ്ഞേ,
വളരെ ഗൗരവമായ പദപ്രയോഗം ഉള്ളിൽ കൊരുത്തിടണം. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവിലും ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഒരു പ്രത്യേക സീസണെ കൺമുൻപിൽ വെച്ചിട്ട് ആ കാലം ചരിത്രത്തിൽ ആവർത്തിക്കപ്പെടുമ്പോൾ നിങ്ങൾ കണ്ണടച്ച് കൈകെട്ടി ഉറങ്ങരുത്. നിങ്ങൾ കണ്ണ് തുറന്ന് ഒരുങ്ങിക്കൊള്ളണം. ഞാൻ എൻ്റെ വരവിൽ വാതുക്കൽ തന്നെ ആയിരിക്കും എന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ ഇന്ന് രാത്രി എൻ്റെ കൂടെ നിങ്ങൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂടെ നമ്മൾ ഒന്നിച്ച് സ്തോത്രം സൂവിലൊക്കെ യാത്ര ചെയ്യുന്നത് പോലെ അല്ലേ, ചില പ്രത്യേക സ്ഥലത്തേക്ക് ഗൈഡ് നമ്മളെ കൊണ്ടുപോകുന്നത് പോലെ നമ്മൾ ഒന്നിച്ച് നോഹയുടെ കാലം വരെ ഒന്ന് പോയേച്ച് 9 മണിയാകുമ്പോൾ ആ കാലത്തിൽ നിന്ന് പുറത്തോട്ട് പോകാൻ പോകുക. കരമൊന്ന് ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. ദൈവത്തിന് സ്തോത്രം. ഏകാഗ്രതയോടെ കരമുയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കേ. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവിലുമാകും. ഏത് കാലം? നോഹയുടെ കാലം. എന്താണ് നോഹയുടെ കാലം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം? മോട്ടിലാൽ നെഹ്റുവിൻ്റെ കാലം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? സ്വാമി വിവേകാനന്ദൻ്റെ കാലം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? എബ്രഹാം ലിങ്കൻ്റെ കാലം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ദൈവത്തിന് സ്തോത്രം. എബ്രഹാം ലിങ്കനോ മോട്ടിലാൽ നെഹ്റു ഒന്നുമല്ല വിഷയം, അവർ ജീവിച്ച കാലത്തിൻ്റെ സംസ്കാരമാണ് വിഷയം. അങ്ങനെയാണെങ്കിൽ നോഹയുടെ കാലം എന്ന് പറഞ്ഞാൽ അർത്ഥം അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൻ്റെ സംസ്കാരം ചരിത്രത്തിൽ തിരിച്ചു വരും. എന്താണ് നോഹയുടെ കാലഘട്ടത്തിൻ്റെ സംസ്കാരം? ദൈവത്തിന് സ്തോത്രം. ഇത് പഠിക്കണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യത്തെ അധ്യായങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയൊന്ന് പോകണം. നോഹയുടെ കാലത്തെക്കുറിച്ച് പഠിക്കാൻ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യത്തെ അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകണം. സ്തോത്രം. നമുക്കറിയാം, നോഹയപ്പച്ചനോട് ദൈവം പറഞ്ഞു ഒരു പെട്ടകമുണ്ടാക്കാൻ, അല്ലേ? സ്തോത്രം. ഒരു പെട്ടകമുണ്ടാക്കാൻ. പട്ടിയും പൂച്ചയും എരുമയും എലിയും പുലിയും കോഴിയും കുറുക്കനും ഒക്കെ ക്യൂ നിന്ന് പെട്ടകത്തിൽ കയറി. 4 കാലി മിക്കവാറും ഈരണ്ടായി പെട്ടകത്തിൽ കയറിയിട്ടും ഈ 2 കാലി മുക്കാലും പെട്ടകത്തിൽ കയറിയില്ല. ഞാൻ എൻ്റെ ഭാഷയിൽ അങ്ങ് പറയുക. ഒരു വസ്തുത ഓർക്കണം, നാട്ടുകാരെ എല്ലാം കൂടെ അടിച്ച് പെട്ടകത്തിൽ കയറ്റിയിട്ട് വീട്ടുകാർ പെട്ടകത്തിൽ ഇല്ലായിരുന്നെങ്കിൽ കഷ്ടമായേനെമല്ലോ. എന്നാൽ നാട്ടുകാരില്ലേലും പ്രസംഗിച്ചവൻ്റെ വീട്ടുകാരുണ്ടല്ലോ. ഇന്ന് രാത്രി പറയട്ടെ, എൻ്റെ കൂടെ എൻ്റെ കുഞ്ഞുങ്ങളും കൃപയിലുണ്ടെന്ന് പറയാൻ വിളിക്കപ്പെട്ട ദൈവമക്കളെ, ദൈവം നമുക്കെന്ന ഭാഗ്യമോർത്ത് ഇന്ന് രാത്രി കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യണം. എൻ്റെ തലമുറ എൻ്റെ കൂടെ ഉണ്ടെന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഭാഗ്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സർവശക്തനായ ദൈവം 2 ജലശേഖരങ്ങളെ തുറന്നു വെച്ചു. ഒന്ന്, ഭൂഗർഭ ജലശേഖരത്തെ തകർത്ത് പ്രളയജലം മുകളിലേക്ക് ഇരമ്പി കയറി. 2, അതേ മുകൾ പരപ്പിലെ ജലശേഖരത്തെ തകർത്ത് ജലശേഖരം താഴേക്ക് ഇരമ്പി ഇറങ്ങി. യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീതട മേഖലയിൽ നിന്നും ഈ പെട്ടകം 450 അടി നീളം, 75 അടി വീതി, 35 അടി പൊക്കമുള്ള ഈ വലിയ പത്തേമാരി ഉയരാൻ തുടങ്ങി. സകലവിധ ജീവികളുടെ 2 കയറിയ ജീവികളോടുകൂടെ ഈ പെട്ടകം ഉയരാൻ തുടങ്ങി. ഉയർന്ന് അന്നറിയപ്പെട്ട ഏറ്റവും വലിയ പർവ്വതമായ ഇന്ന് ഇറാഖിൻ്റെ ബോർഡറിൽ സ്തോത്രം ഉയർന്നു നിൽക്കുന്ന 16,500 അടി ഉയരമുള്ള വർഷത്തിൻ്റെ 9 മാസം മഞ്ഞു മൂടിക്കിടക്കുന്ന അറാറാത്ത് എന്ന പർവ്വതത്തിൻ്റെ ഉച്ചിയിൽ ചെന്ന് ഈ പെട്ടകം ഉറയ്ക്കുകയും 2ാം ലോകമഹായുദ്ധകാലത്ത് താണ് പറന്ന വൈമാനികർ ചിലർ ഒരു വലിയ പെട്ടകത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ട് ആ തടിക്കഷണങ്ങളിൽ കാർബൺ ടെസ്റ്റ് നടത്തിയപ്പോൾ 6,500 കൊല്ലം പഴക്കമുള്ള പുരാതനമായ ഒരു വലിയ പത്തേമാരിയുടെ അവശിഷ്ടങ്ങളും കടൽ കക്കകളും കണ്ടെത്തിയിട്ട് നോഹയുടെ പെട്ടകമെന്ന് ഉറപ്പിച്ചത് സത്യമാണെങ്കിൽ എൻ്റെ ദൈവത്തിൻ്റെ കരം ചരിത്രത്തിൻ്റെ പുറകിൽ ചലിക്കും എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി വിളിച്ചു പറയണം. ആ കാലം കൺമുൻപിൽ അടുത്തു വരികയാണ്. ഇന്ന് രാത്രി നമ്മുടെ കണ്ണ് തുറന്ന് നോക്കുന്ന രാത്രിയാകട്ടെ. ആ കാലം കൺമുൻപിൽ അടുത്തു വരികയാ. ദൈവത്തിന് സ്തോത്രം. എന്താണ് നോഹയുടെ കാലത്തിൻ്റെ പ്രത്യേകത? ഒന്ന് കരമുയർത്തി സ്തോത്രം പറഞ്ഞേ. എല്ലാ ദൈവമക്കളും ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താമോ? ശ്രദ്ധിക്കണം, നോഹയുടെ കാലത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഞാൻ വളരെ വേഗം ഈ ഭാഗത്തേക്ക് വരികയാണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വിശുദ്ധ വേദപുസ്തകം പഠിച്ചാൽ ആദ്യത്തെ നോഹയുടെ കാലം, ആ നോഹയുടെ കാലത്തിൻ്റെ സവിശേഷത, നോഹയുടെ കാലം പോലെ കർത്താവ് പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചൊന്ന് പറഞ്ഞേ. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ, ഒന്ന് പറഞ്ഞ പ്രയോഗം എന്ന് പറഞ്ഞ്, നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവുമാകും. അങ്ങനെയാണെങ്കിൽ എന്താണ് നോഹയുടെ കാലം?
ഇനിയും നമുക്ക് അറിയാം, വിശുദ്ധ വേദപുസ്തകത്തിൽ ആദ്യ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് നിങ്ങളൊന്ന് വരണം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം. എൻ്റെ മുഖത്തേക്ക് നിങ്ങൾ അല്പ സെക്കൻഡുകൾ ശ്രദ്ധിക്കുക. നമുക്കറിയാം, വേദപുസ്തകത്തിൽ ആദ്യത്തെ അപ്പനും അമ്മയും ആരാ? ആദ്യത്തെ അപ്പനും അമ്മയും ആരാ? ആദാമും ഹവ്വയും. അവർക്ക് 2 മക്കൾ. സ്തോത്രം. ആരൊക്കെയാ? കായീനും ഹാബേലും. സൺഡേ സ്കൂൾ പഠിപ്പിക്കൊന്നുമല്ല, ഇത് നിങ്ങളുടെ മനസ്സിലോട്ടൊന്നാകാൻ പറയുക. കുടുംബചരിത്രം പറഞ്ഞ് പുകഴുന്ന ആളുകളുണ്ട്. ഞങ്ങൾ ഏത് കുടുംബത്തിൽപ്പെട്ടവരാണെന്ന് അറിയാമോ എന്നൊക്കെ പറയുന്നവരുണ്ട്. അറിയാം. സ്തോത്രം. ഏത് കുടുംബത്തിൽപ്പെട്ടവരാണെന്ന് നന്നായിട്ട് അറിയാം. കുടുംബചരിത്രത്തിൻ്റെ ആദ്യത്തെ അധ്യായം ഞാൻ പറയാം. സ്തോത്രം. അമ്മ മോഷ്ടിച്ചു. മോഷണ മുതൽ അപ്പന് കൊണ്ട് കൊടുത്തു. അപ്പനും അമ്മയും കൂടെ മോഷണ മുതൽ തിന്നു. തോട്ടത്തിൽ നിന്ന് പുറത്ത് ചാടി. മൂത്ത ചെറുക്കൻ ഇളയ ചെറുക്കനെ തല്ലിക്കൊന്നു. അവരുടെ കൊച്ചുമക്കളാണ് ഈ ഇരിക്കുന്നത് മൊത്തം. ഒന്ന് കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം. കുടുംബചരിത്രം മനസ്സിലായോ? സ്തോത്രം. അമ്മ മോഷ്ടിച്ചു, അപ്പന് കൊണ്ട് കൊടുത്തു. മോഷണ മുതൽ കഴിച്ച 2 പേരും തോട്ടത്തിൽ നിന്ന് പുറത്ത് ചാടി. മൂത്ത ചെറുക്കനെ ഇളയ ചെറുക്കൻ തല്ലിക്കൊന്നു. അവരുടെ മക്കളെല്ലാം കൂടെ കൂടിയാണ് ഇരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഒരു ശാസ്ത്രീയ സത്യം നിങ്ങൾക്കറിയാമോ? സ്തോത്രം. ഞാൻ വായിച്ചറിവേ ഉള്ളൂ, ശാസ്ത്രീയ ജ്ഞാനമൊന്നും എനിക്കില്ല. വായിച്ചറിവ്. സ്ത്രീകൾക്ക് X ക്രോമോസോമുകളാണ്, പുരുഷന്മാർക്ക് XY ക്രോമോസോമുകളാണ്. ഇതിൽ ജനറേഷനുകളിലേക്ക് പകരുന്നത് X ക്രോമോസോമുകളല്ല, പിന്നെ Y ക്രോമോസോമുകളാണ്. Y ക്രോമോസോമുകൾ എത്ര കാലഘട്ടം പകരും? Y ക്രോമോസോമുകൾ പകരുന്നത് സ്തോത്രം 60,000 വർഷം വരെ തുടരാം. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അപ്പൻ്റെ, വല്യപ്പൻ്റെ, അപ്പൂപ്പൻ്റെ, അദ്ദേഹത്തിൻ്റെ അപ്പൻ്റെ Y ക്രോമോസോം, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ കളറ്, തലമുടിയുടെ നില, കുടിയേറ്റങ്ങളുടെ ചരിത്രം പഠിച്ചാൽ ഇത് യാഥാർത്ഥ്യമാണ്. അത് X ക്രോമോസോമുകൾക്കകത്തൂടെ കയറിയിറങ്ങിയാലും X ക്രോമോസോമുകളുടെ 9, 7, 8 തലമുറ കഴിഞ്ഞാൽ അവരുടെ ബന്ധം അവസാനിച്ചിട്ട് വീണ്ടും ഈ Y ക്രോമോസോമുകളുടെ ബന്ധം തുടരുമ്പോൾ മനുഷ്യകുലത്തിൽ ആദമിൻ്റെ Y ക്രോമോസോമിൻ്റെ പിന്തുടർച്ചയാണ് മനുഷ്യകുലം മുഴുവൻ നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരത്തിനായി ഒരുവൻ വെളിപ്പെടേണ്ടി വന്നപ്പോൾ ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിലെ X ക്രോമോസോമുകൾ ഏറ്റെടുത്തിട്ട് പിന്തുടർച്ചയായ ആ പൈതൃക ബന്ധങ്ങളെ തകർത്ത് അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നേരിടുമ്പോൾ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ എന്ന് പറയത്തക്ക വിധത്തിൽ സ്വർഗത്തിന്റെ ജനറേഷൻ നമ്മുടെ മേൽ വ്യാപരിച്ചതോർത്ത് ഇന്ന് രാത്രി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനായിട്ട് കഴിയണം. അവിടെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട സബ്ജക്റ്റ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ പിതാവ് ആദമാണ്. ആദമിൻ്റെ മകൻ കായീൻ ഇപ്പോൾ ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിന് സ്തോത്രം, നിത്യതയുടെ തങ്കച്ചിറകേറി സ്വർഗത്തിലേക്ക് കയറി ചെന്ന ഒന്നാമത്തെ വിശുദ്ധന്റെ പേര് പറയാമോ? ആദാമോ? ഹാബേൽ. ദൈവത്തിന് സ്തോത്രം. കട്ടിലേ കിടന്നാന്നോ മരിച്ചേ? ഒരു കുടുംബജീവിതം സ്വപ്നം കണ്ടോ? ഒരു വീട് പോട്ടൊരു കുടിലുണ്ടായിരുന്നു. ആദ്യമായി സ്വന്തം രക്തം കൊണ്ട് സ്വന്തം സാക്ഷ്യം മുദ്ര വെച്ച് വെള്ളിച്ചിറകുള്ള മാലാഖമാർ അകമ്പടി സേവിച്ച് പറുദീസയിലെത്തിയ വിശുദ്ധൻ കഷ്ടതയ്ക്കകത്തൂടെ കടന്നുപോയ ഹാബേലായിരുന്നു. ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കുന്ന ദൈവവൈതലേ, സഹിക്കാൻ കഴിയാത്ത ശോധനകൾ അനുവദിച്ചാലും എൻ്റെ ദൈവത്തിൻ്റെ കൃപയിൽ നിൽക്കാൻ കഴിയുന്നെങ്കിൽ അതാണ് ഭാഗ്യമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ വാ തുറന്ന് വിളിച്ചു പറയണം, ഞാൻ കുടിച്ച വീഞ്ഞിനേക്കാൾ ഞാൻ ഒഴുക്കിയ കണ്ണുനീരിനായിരിക്കും നിത്യതയിൽ പ്രതിഫലം. ഇന്ന് രാത്രി ദൂത് ഞാൻ ആത്മാവിൽ പറയുന്നു, നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ റോസാ പൂക്കളേക്കാൾ നീ സഹിക്കുന്ന മുള്ളുകൾക്കായിരിക്കും നിത്യതയിൽ പ്രതിഫലം അളക്കുക. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ആ കായീൻ, ഈ കായീൻ്റെ കുടുംബ ചരിത്രത്തിലേക്ക് നമ്മൾ വരികയാണ്. ആദമിൻ്റെ കൊച്ചുമകനായിരിക്കുന്ന നോഹയുടെ അപ്പൻ്റെ പേര് പറയാമോ? നോഹയുടെ അപ്പൻ്റെ പേര് ലാമേക്ക്. ലാമേക്കിൻ്റെ അപ്പൻ്റെ പേര് പറയാമോ? മെതുശലേഹ്. മെതുശലേഹിൻ്റെ അപ്പൻ്റെ പേര് പറയാമോ? ഉടലോടെ എടുക്കപ്പെട്ട ഹാനോക്ക്. ഹാനോക്കിൻ്റെ മകൻ മെതുശലേഹിൻ്റെ, ലോകചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വർഷം 969 വർഷം ജീവിച്ചിരുന്ന മെതുശലേഹിൻ്റെ മകൻ 777 വർഷം ജീവിച്ചിരുന്ന ലാമേക്കിൻ്റെ മകനാണ് ആര്? നോഹ. അങ്ങനെയാണെങ്കിൽ നോഹയുടെ കാലം തിരിച്ചറിയണമെങ്കിൽ
നിങ്ങൾക്ക് നോഹയുടെ അപ്പൂപ്പനായ ഉടലോടെടുക്കപ്പെട്ട ഹാനോക്കിൻ്റെ ചരിത്രത്തിലേക്കൊന്ന് കണ്ണുയർത്തി നോക്കണം. കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. അവിടേക്ക് നിങ്ങൾ കണ്ണുയർത്തി നോക്കുമ്പോൾ ആ കാലത്തിൻ്റെ സെയിം ഡിക്റ്റോയിൽ ഈ കാലം കണ്ടു കഴിയുമ്പോൾ മനസ്സിലാകും ആ കാലം നമ്മുടെ കൺമുൻപിൽ എത്തിക്കഴിഞ്ഞെന്ന്. ഇന്ന് രാത്രി നമ്മൾ ഇരിക്കുന്നത് സാധാരണ കാലത്തല്ല, നോഹയുടെ കാലത്തിലെ ഇരമ്പൽ കേൾക്കുന്ന ദൈവമക്കൾ പറയണം ആ കാലത്ത് ചരിത്രം എത്തിക്കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഇതിലേക്ക് നമ്മൾ വരികയാണ്, നോഹയുടെ കാലം. ഇതിൽ ഞാൻ ഈ വേദഭാഗം വായിച്ചപ്പോൾ ഈ തുടക്ക സമയത്തൊക്കെ ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിലെ ചരിത്രഭാഗം ഒന്ന് വായിക്കാൻ അവസരമുണ്ടായി. ഉൽപ്പത്തി പുസ്തകം മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിലെ ജനിപ്പിച്ചു എന്ന ഭാഗം ഈ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി ഇതിനേക്കാട്ടി നല്ലത് വല്ല ടെലിഫോൺ ഡയറക്ടറിയും വായിക്കുന്നതാണ്. ജനിപ്പിച്ചു 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 എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിരിക്കുന്നത്. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും സകലതും നിവർത്തിയാകുവോളം ഈ തിരുവെഴുത്തിലെ ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറിപ്പോകത്തില്ലെങ്കിൽ ഇതിൻ്റെ പുറകിലെ വള്ളിക്കും പുള്ളിക്കും പോലും ദൈവത്തിന് ഉദ്ദേശമുണ്ട്. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. എന്താണ് നോഹയുടെ കാലം? 2 ഭാഗത്തേക്ക് നമ്മൾ വരികയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു മകൻ കൊല്ലപ്പെട്ടു, ഹാബേൽ. ഇപ്പോൾ ഇനിയും കായീനുണ്ട്. കായീൻ സാക്ഷാൽ ചെകുത്താൻ്റെ മകനാണ്. ബൈബിൾ ഭാഷയിൽ പറഞ്ഞാൽ പിശാചിൽ നിന്നുള്ളവനായി എന്നാണ്. അങ്ങനെയാണെങ്കിൽ സ്വന്തം സഹോദരൻ്റെ രക്തം കയ്യിൽ പിടിച്ച കൊടും ചതിയനായ കായീൻ്റെ കുടുംബ ചരിത്രത്തിലേക്ക് നിങ്ങൾ നോക്കണം. വായിച്ചാട്ടെ, ഉൽപ്പത്തി പുസ്തകം 4:16. വേഗം വായിച്ചാട്ടെ, ഉൽപ്പത്തി 4:16 വന്നാട്ടെ. അങ്ങനെ കയീൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് ഏദന് കിഴക്ക് നോർത്ത് ദേശത്ത് എന്ന് പാർത്തു. കയീൻ തന്റെ ഭാര്യയെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ച് ഹാനോക്കിനെ പ്രസവിച്ചു. ശ്രദ്ധിക്കണേ, ആദം ആദ്യത്തെ അപ്പൻ. നിങ്ങൾ ശ്രദ്ധിച്ച് പ്രിയപ്പെട്ടവർ നല്ലവർ വായിക്കുന്നുണ്ട്. ആദം ആദ്യത്തെ അപ്പൻ. രണ്ടാമത്തെ പിതാവ് കായീൻ അല്ലേ? രണ്ടാമത്തെ പിതാവ് കായീൻ. കായീൻ സാധാരണക്കാരനല്ല, ചതിയനാണ്, ചോരക്കൊതിയനാണ്, പിശാചിൻ്റെ മകൻ എന്ന് ബൈബിൾ പറഞ്ഞിരിക്കുന്ന ആളാണ്. അങ്ങനെയാണെങ്കിൽ കായീൻ്റെ മകൻ അതേ ഹാനോക്ക്, അവൻ എന്നെ സംബന്ധിച്ച് എഴുതിയിരിക്കുന്നത് വീട് പണിതെന്നല്ല, പട്ടണം പണിതെന്ന. സ്തോത്രം. എന്നിട്ട് അതിന് കൊടുത്തിരിക്കുന്ന പേര് യഹോവ നിസി എന്ന് എബനേസർ എന്നൊന്നുമല്ല, അവൻ്റെ മകൻ്റെ പേര് അതിന് കൊടുത്തു. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഈ ചോരക്കൊതിയൻ്റെ തലമുറ എവിടെയെങ്കിലും അണ്ടനും അടകോടനും മുച്ചിറിയനും പൂക്കണ്ണനും ആയോ? അവൻ്റെ സമ്പത്തിലേക്ക് നിങ്ങൾ ഇന്ന് രാത്രി ഒന്ന് കണ്ണുയർത്തി നോക്ക്. സാധാരണ സമ്പത്താണോ ആ സാഹചര്യത്തിലുള്ളത്? സ്തോത്രം. ഇനിയും നിങ്ങൾ ഓർക്കുക, ഹാനോക്ക് ഈരാദിനെ ജനിപ്പിച്ചു. വായിച്ചേ. ഈരാദ് ജനിച്ചു. ഈരാദ് മെഹുയേലിനെ ജനിപ്പിച്ചു. മെഹുയേൽ മെതുശലേലിനെ ജനിപ്പിച്ചു. മെതുശേൽ ലാമേക്കിനെ ജനിപ്പിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഞാൻ അതൊന്ന് വായിച്ച് സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഒന്ന് വായിച്ചു പറയാം. നിങ്ങൾ ശ്രദ്ധിക്കുക ഭാഗത്തേക്ക്. ഒന്നാമത്തെ പിതാവ് എന്നോട് ചേർന്ന് പറഞ്ഞേ. ഒന്നാമത്തെ പിതാവ് ഒന്ന് ശബ്ദം ഉയർത്തി പറഞ്ഞു. ഒന്നാമത്തെ പിതാവ് ആദം, രണ്ടാമത്തെ പിതാവ് കായീൻ, മൂന്നാമത്തെ പിതാവ് ഹാനോക്ക്, നാലാമത്തെ പിതാവ് ഈരാദ്, അഞ്ചാമത്തെ പിതാവ് മെഹുയേൽ, ആറാമത്തെ പിതാവ് മെതുശേൽ, ഏഴാമത്തെ പിതാവ് ലാമേക്ക്. ഒന്നുകൂടെ ഞാൻ പറയാം. ഒന്നാമത്തെ പിതാവ് ആദം, രണ്ടാമത്തെ പിതാവ് കായീൻ, മൂന്നാമത്തെ പിതാവ് ഹാനോക്ക്, നാലാമത്തെ പിതാവ് ഈരാദ്, അഞ്ചാമത്തെ പിതാവ് മെഹുയേൽ, ആറാമത്തെ പിതാവ് മെതുശേൽ, ഏഴാമത്തെ പിതാവ് ലാമേക്ക്. ആദാം മുതൽ ഏഴാമനായ ലാമേക്ക്. എന്നാൽ യൂദയുടെ പുസ്തകത്തിൽ വാക്യമുണ്ട്, ആദാം മുതൽ ഏഴാമനായ ഹാനോക്ക് ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാൻ. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ വ്യവസ്ഥ ലംഘിച്ച തലമുറയ്ക്ക് നടുവിൽ ദൈവം ഒരു മകനെ കൊടുത്തപ്പോൾ ഷേത്ത് എന്നവന് പേരിട്ടു എന്ന് എഴുതിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ പിതാവ് ആദം, രണ്ടാമത്തെ പിതാവ് ഷേത്ത്, മൂന്നാമത്തെ പിതാവ് ഏനോശ്, നാലാമത്തെ പിതാവ് കേനാൻ, അഞ്ചാമത്തെ പിതാവ് മഹലേൽ, ആറാമത്തെ പിതാവ് യാരദ്, ഏഴാമത്തെ പിതാവ് ഹാനോക്ക്, ഉടലോടെ എടുക്കപ്പെട്ട ഹാനോക്ക്. അങ്ങനെയാണെങ്കിൽ 7ാം ജനറേഷനുകളെ ഞാൻ ഒന്ന് താരതമ്യപ്പെടുത്തുകയാണ്. ആദമിലൂടെ കായീൻ വഴിയുള്ള 7ാമത്തെ ജനറേഷനിലെ ലാമേക്ക്.
ശ്രദ്ധിക്കണേ. ആദമിലൂടെ കായീൻ വഴിയുള്ള 7ാമത്തെ തലമുറയിലെ ഒരു ലാമേക്ക്, അപ്പോൾ തന്നെ ആദമിലൂടെ ശേത്തിലൂടെയുള്ള 7ാമത്തെ തലമുറയിലെ അവസാനത്തെ പിതാവ് ഹാനോക്ക്. ലാമേക്ക് ഒരു വശത്ത് പടർന്ന് പന്തലിച്ച് കിടക്കുന്നു, അപ്പോൾ തന്നെ ഹാനോക്ക് മറുവശത്ത് കിടക്കുന്നു. 2 തലമുറയ്ക്ക് നടുവിൽ ഹാനോക്കിനൊരു മകൻ ജനിച്ചു. അവൻ്റെ പേര് മെതുശലേഹ്. രണ്ടാമത്തേത് അവനൊരു മകൻ ജനിച്ചു, അതിൻ്റെ പേര് ലാമേക്ക്. അവനൊരു മകൻ ജനിച്ചു നോഹ. അങ്ങനെയാണെങ്കിൽ നോഹയുടെ അപ്പൻ ലാമേക്കിൻ്റെ അപ്പൻ മെതുശലേഹിൻ്റെ അപ്പൻ ഹാനോക്കിൻ്റെ ചരിത്രം എങ്ങനായിരുന്നു അതുപോലെ ആയിരിക്കും കർത്താവിൻ്റെ മടങ്ങി വരവിൻ്റെ കാലം. ഒന്ന് കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. ദൈവത്തിന് സ്തോത്രം. ഒന്ന് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. 1ാമത്തെ ഭാഗത്ത് കിടക്കുന്ന വ്യക്തിയെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, ലാമേക്ക്. 2ാമത്തെ ഭാഗത്ത് കിടക്കുന്നത് ഹാനോക്ക്. ഒന്ന് പറഞ്ഞേ. 1ാമത്തേത് ലാമേക്ക്, 2ാമത്തേത് ഹാനോക്ക്. ഹാനോക്കിന്റെ മകൻ മെതുശലേഹിന്റെ മകൻ, ലാമേക്കിന്റെ മകൻ നോഹ. നോഹയുടെ കാലം എന്ന് പറയുന്നത് ഹാനോക്കിന്റെ കാലത്തെ പശ്ചാത്തലം. സ്തോത്രം. ഇതിൽ നിങ്ങൾ 3-4 കൂട്ടം കാര്യം മനസ്സിലാക്കണം. 1ാമത്തെ പ്രധാനപ്പെട്ട കാര്യം, കുടുംബജീവിതത്തിന്റെ പവിത്രതയുടെ ബന്ധം തകർന്ന കാലം. കുടുംബജീവിതത്തിൻ്റെ പവിത്രതയുടെ ബന്ധം തകർന്ന കാലം. 3ാമത്തെയോ 4ാമത്തെയോ ഭാര്യയുടെ 5ാമത്തെയോ 6ാമത്തെയോ ഭർത്താവാകാൻ ഒരു മനസാക്ഷിക്കുത്തുമില്ലാത്ത, ജഡാസക്തിക്ക് വേണ്ടി മാത്രം ജന്മം കൊണ്ട, മലയാള ഭാഷയിൽ എൻ്റെ ശൈലിയിൽ പറഞ്ഞാൽ ഇരുകാലി മൃഗങ്ങളുടെ കാലം. അതാണ് നോഹയുടെ കാലം. വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. 2ാമത്തെ പ്രത്യേകത ഏറ്റവും ഗൗരവമേറിയ പ്രത്യേകതയാണ്. കാഴ്ചപ്പാടുകളിൽ, നിരീക്ഷണങ്ങളിൽ, ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളിൽ മാനവകുലം കുതിച്ചുയർന്ന കാലം. 3ാമത്തെ പ്രത്യേകത, ദൈവത്തിന് സ്തോത്രം, വിളിക്കപ്പെട്ടവരായി തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ എണ്ണം തീരെ ചുരുങ്ങിപ്പോയ കാലം. 4ാമത്തെ അടുത്ത പ്രത്യേകത, പ്രസംഗിക്കുന്നവർ പരിഹസിക്കപ്പെടുന്ന കാലം. 5ാമത്തെ പ്രത്യേകത, അടയാളം മുൻപിൽ നിൽക്കുമ്പോഴും വിശ്വസിക്കാൻ ആളില്ലാത്ത കാലം. 6ാമത്തെ പ്രത്യേകത, നശിക്കുന്ന ഭൂമിയിൽ കാലൂന്നി നിന്നുകൊണ്ട് നശിക്കാത്ത ഭൂമിയുടെ ദർശനം പ്രസംഗിക്കാൻ ആളില്ലാത്ത കാലം. എന്നാൽ 7ാമത്തെ പ്രത്യേകത, നശിക്കുന്ന ഭൂമിയിൽ നിന്ന് ഗോപർ മരമെടുത്ത് നശിക്കാത്ത ഭൂമിയിൽ ഉറയ്ക്കുന്ന പെട്ടകം പണിയാൻ വിരലിലെണ്ണാവുന്ന ഒരു ചെറിയ സംഘത്തെ ദൈവം വേർതിരിച്ച കാലം. അതാണ് നോഹയുടെ കാലമെങ്കിൽ ഈ തലമുറയിൽ ഞാനും അങ്ങനാകണം എന്ന് കൊതിക്കുന്ന ദൈവമക്കൾ വലതുകരമെന്ന് ഉയർത്തിപ്പിടിച്ചേ. ശബ്ദം ഉയർത്തട്ടെ, ശബ്ദം ഉയർത്തി യേശുവേ എന്നൊന്ന് പറഞ്ഞേ. ലജ്ജ വേണ്ട. ഇന്ന് രാത്രി ദൈവസാന്നിധ്യം ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ സാധാരണക്കാരല്ല. നിങ്ങളുടെ മേൽ അഭിഷേകത്തിന്റെ തിരഞ്ഞെടുപ്പ് വ്യാപരിക്കുകയാണ്. ഇരുട്ടിന്റെ ശക്തികൾ നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ തകർത്തുകൊണ്ട് നിങ്ങളെ നിത്യനാശത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ വാദിക്കുമ്പോൾ ഇന്ന് രാത്രിത്തെ ശുശ്രൂഷ ഉപസംഹരിക്കുന്നതിന് മുൻപ് എനിക്ക് നിത്യതയ്ക്കായി ഒരുങ്ങണം എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ 1 മിനിറ്റ് ആ കരമടിച്ചൊന്ന് ദൈവത്തെ ആരാധിച്ചേ. പോരാ, ശബ്ദം ഉയർത്തി ആ കരമടിച്ചൊന്ന് ദൈവത്തെ ആരാധിച്ചേ. അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുന്ന ആത്മനിയോഗം പ്രാപിച്ച ദൈവ പൈതലേ, ഒരു കൊച്ചു സംഘമായി നിത്യതയിൽ എനിക്ക് കാണപ്പെടണം എന്ന് കൊതിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ പോരാടട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ. 1ാമത്തെ പ്രത്യേകത ഞാൻ ഓർപ്പിക്കാം. സ്തോത്രം. കുടുംബജീവിതത്തിന്റെ പവിത്രതയുടെ അടിത്തറ തകർന്ന കാലം. മോളെ വായിച്ചാട്ടെ. ലാമേക്ക് 2 ഭാര്യമാരെ എടുത്ത് വായിച്ചാട്ടെ. ലാമേക്ക്, അയ്യോ ഒരുത്തിയെ പോരാ. സ്തോത്രം. എൻ്റെ മാന്യതയ്ക്കും നമ്മുടെ കുടുംബ നിലവാരത്തിനും ഒന്നും പറയാൻ കൊള്ളാത്ത പശ്ചാത്തലമാണ്. ഒരുത്തിയെ പോരാ. ഒരാളെ പാസ്റ്ററെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ട് നടക്കുന്ന വലിയ ബുദ്ധിമുട്ടുണ്ട്. ചിലരുടെ മുഖത്ത് നോക്കിയിട്ട് എലിപ്പെട്ടിയിൽ വീണ പോലെ ഇരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാനിന്ന് പകലൊരു വിവാഹ ശുശ്രൂഷയിൽ വച്ച് പറഞ്ഞു, 3 വേഷങ്ങളാണ് എനിക്കുള്ളത്. എലിക്ക് 1ാമത്തെ വേഷം ആവേശം, 2ാമത്തെ വേഷം പ്രവേശം, 3ാമത്തെ വേഷം പരവേശം. എന്ന് പറഞ്ഞാൽ അർദ്ധരാത്രിയിൽ ഭക്ഷണം തേടി ഇറങ്ങുന്ന സമയം അല്ലേ, ഒരു കപ്പക്കഷണം തൂങ്ങിക്കിടക്കുന്നു. ആർത്തിയോടെ ആവേശക്കാരൻ ടക്ക് എന്നകത്തോട്ട് കയറും. അതോടെ കഥകം അടയും. കഴിപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ആവേശമൊക്കെ കുറയും. പിന്നെ പുറത്തോട്ടിറങ്ങാൻ ഇതിനകത്തൊരു വട്ടം ചുറ്റലുണ്ട്. അതാണ് പരവേശം. പലരുടെയും മുഖത്ത് നോക്കിയാൽ പലരുടെയും കുടുംബജീവിതം അങ്ങനെ ഇരിക്കും. എന്നാൽ ഇന്ന് രാത്രി അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ രാത്രി ഓർക്കണമേ,
ലാമേക്ക് 2 ഭാര്യമാരെ എടുത്തു. വായിച്ചാട്ടെ. 2 ഭാര്യമാരെ എടുത്തു. വായിച്ചാട്ടെ. അവിടെ പേരാണ് ആദാം എന്നല്ല, അഡോൺ, അലങ്കൃത. അവൾ വയാ ബ്യൂട്ടി പാർലർ വഴിയാ വരവ്. ദൈവത്തിന് സ്തോത്രം. ഒന്ന് അഡോൺ, അലങ്കൃത. വായിച്ചാട്ടെ. സില്ല, ട്വിങ്കിളിങ്, തിളങ്ങുന്ന എന്നാണ്. ഈ അലങ്കൃതയെ കുറെ നാൾ കൊണ്ട് നടന്നു കഴിഞ്ഞപ്പോൾ തിളങ്ങുന്നവൾ വരുന്നു. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത്, 2 പേരും അഡ്ജസ്റ്റ് ചെയ്തെന്നാണ് തോന്നുന്നത്. ഏതായാലും 2 പേരും കൂടെ ഒരേ സമയത്ത് കുടുംബജീവൻ നയിച്ചു. ലിവിങ് ടുഗദറിൻ്റെ കാലമായിരുന്നു ആ കാലം. ദൈവത്തിന് സ്തോത്രം. നിയമപരമായ ബന്ധമൊന്നുമില്ല. ആദായും സ്തോത്രം ഈ പറഞ്ഞ തിളങ്ങുന്നവളും ഒരുമിച്ച് ഒരേ സമയം കുടുംബജീവിതത്തിൻ്റെ ഭാഗമായി. മ്ലേച്ഛതയിൽ ദാമ്പത്യ ജീവിതം അധാർമികതയിലേക്ക്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ തലകളൊന്ന് ഉയർത്തി നോക്കിക്കേ. 3-ാമത്തെയോ 4-ാമത്തെയോ 5-ാമത്തെയോ 6-ാമത്തെയോ ഭാര്യയുടെ 7-ാമത്തെയോ 8-ാമത്തെയോ 9-ാമത്തെയോ ഭർത്താവാകാൻ ഒരു മനസാക്ഷിക്കുത്തുമില്ലാത്ത ഇന്നത്തെ തലമുറയ്ക്ക് നടുവിൽ കൃപ പ്രാപിച്ച ദൈവമക്കൾ തലകൾ ഉയർത്തി കാണണം. ഈ കാലം മറ്റൊരു കാലമല്ല, ഇത് നോഹയുടെ കാലം തന്നെയാണ്. കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തിട്ട് വിളിച്ചു പറയണം, ഈ തലമുറ നോഹയുടെ കാലമാണ്. കുടുംബജീവിതത്തിൻ്റെ അടിത്തറ തകർന്ന കാലം. ഇനിയും ഇങ്ങനെ കുടുംബജീവിതത്തിന് അടിത്തറ തകർന്ന ഈ കാലഘട്ടത്തിൽ ഇവർക്കുണ്ടായ തലമുറയുടെ പശ്ചാത്തലം ഗ്രഹിക്കണം. വായിച്ചോട്ടെ, മോളത്തായിട്ട് വായിച്ചാട്ടെ. യാബാലിനെ പ്രസവിച്ചു. കൂടാരവാസികൾക്കും പശുക്കളെ, അത്യുൽപാദന ശേഷിയുള്ള പശുക്കളെ ബ്രീഡ് ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന വലിയ ഫാമിൻ്റെ ഉടമസ്ഥനായി ഒരുത്തൻ മാറി. സ്തോത്രം. യൂബാലിനെ പ്രസവിച്ചു. അവർ പശുപാലകന്മാർക്ക് എന്ന് പറഞ്ഞാൽ വലിയ ഫാമിൻ്റെ ഉടമസ്ഥനായി ഒരാൾ മാറി. വായിച്ചാട്ടെ. അവൻ്റെ സഹോദരന് യൂബാൽ എന്ന് പേർ. ഈ കീബോർഡിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും അപ്പൂപ്പൻ ആരാണെന്ന് ചോദിച്ചാൽ കായിൻ്റെ കൊച്ചുവനാ. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവൻ കിന്നരവും വേണുവും ഉപയോഗിക്കുന്ന എല്ലാവർക്കും പിതാവായി മാറി. അങ്ങനെയാണെങ്കിൽ കണ്ടുപിടുത്തത്തിൽ ആ തലമുറ കുതിച്ചുയരുകയാണ്. 10 ലക്ഷത്തോളം വരുന്ന ജനസംഖ്യ ഉണ്ടായിരുന്നു എന്ന് ശാസ്ത്രം വിശകലനം ചെയ്യുന്ന ആ തലമുറയിൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ പ്രാഥമിക കണ്ടുപിടുത്തത്തിലേക്ക് ഈ തലമുറ എത്തിക്കഴിഞ്ഞു. വായിച്ചാട്ടെ. അടുത്ത വായിച്ചാട്ടെ. സില്ല തൂബൽ കൈനെ പ്രസവിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കണം. അയിരികൾ കണ്ടെത്തി ലോഹങ്ങൾ കുഴിച്ചെടുത്ത് ഖനന വ്യവസ്ഥിതി കണ്ടുപിടിക്കുന്ന ഗവേഷണത്തിന്റെ ഉടമസ്ഥനായി ശാസ്ത്രീയ കണ്ടുപിടുത്തത്തിൽ ഒരു കുടുംബം കുതിച്ചുയർന്നു. വായിച്ചാട്ടെ. ശ്രദ്ധിക്കണം. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ആ ഭാഗം വിലയിരുത്തുമ്പോൾ ഇങ്ങനെ വിശദീകരിക്കാം. അത്യുൽപാദന ശേഷിയുള്ള പശുക്കളെയും ദൈവത്തിന് സ്തോത്രം അത്യുൽപാദന ശേഷിയുള്ള മൃഗങ്ങളെയും ഉൽപ്പാദിപ്പിക്കുന്ന ബ്രീഡുകൾ കണ്ടെത്തുന്ന ഗവേഷണങ്ങൾ എത്തിക്കഴിഞ്ഞു. അപ്പോൾ തന്നെ ഭൂഗർഭ ഗവേഷണത്തിലൂടെ അയിരികൾ കണ്ടെത്തി ലോഹങ്ങൾ ഖനനം ചെയ്യുന്ന ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളുടെ മേഖലയിൽ ഒരു ജനറേഷൻ എത്തിക്കഴിഞ്ഞു. അപ്പോൾ തന്നെ ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ മേഖലകളുടെ ചെറുപ്പം എന്ന നിലയിലുള്ള ആ കണ്ടുപിടുത്തത്തിൻ്റെ തലമുറയിൽ ഒരു സമൂഹം എത്തിക്കഴിഞ്ഞു. അങ്ങനെ ശാസ്ത്രീയ ഗവേഷണങ്ങളിൽ മനുഷ്യവർഗം കുതിച്ചുയർന്ന കാലം. ഞാൻ ഇന്ന് രാത്രി ഇരിക്കുന്ന ദൈവമക്കളോട് ചോദിക്കട്ടെ, ഒരു തലമുറയുടെ കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് രാത്രി ഇരിക്കുന്നവരുടെ കണ്ണുകളൊന്ന് ഉയർത്തിക്കേ. ഇതുപോലെ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ വർദ്ധിച്ച ഒരു കാലം ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ആ നിലയിൽ പുരോഗമിച്ച കാലം. ഇനിയും തിരുവെഴുത്ത് പഠിക്കണം. നിരീശ്വരവാദം ഉയർന്ന കാലം. ഇയ്യോബിന്റെ പുസ്തകത്തിൽ ആ കാലഘട്ടത്തെക്കുറിച്ച് പറയുന്ന വാക്യം ഞാൻ മനപ്പാഠം ഉദ്ധരിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അവരുടെ അടിസ്ഥാനം നദി പോലെ ഒഴുകിപ്പോയി. അവർ ദൈവത്തോട് നീ ഞങ്ങളെ എന്ത് ചെയ്യും, അത്യുന്നതനോട് പ്രാർത്ഥിച്ചാൽ എന്ത് പ്രയോജനം എന്ന് പറഞ്ഞു. അവരോ അവരുടെ വീടുകളെ നന്മ കൊണ്ട് നിറച്ചു. സ്തോത്രം. ദൈവം എന്ന പ്രതിഭാസം ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു തലമുറയിൽ നിരീശ്വരവാദികൾ പ്രവഹിച്ചു കഴിഞ്ഞു. നോഹയ പ്രളയത്തിന് തൊട്ട് മുൻപ് ആ തലമുറയിൽ ദൈവാസ്തിക്യ നിഷേധം പ്രബലമായി. നമുക്ക് വാക്യങ്ങളെടുത്ത് തെളിയിക്കാവുന്ന ഭാഗമാണ്. അങ്ങനെയാണെങ്കിൽ നിരീശ്വരവാദത്തിൻ്റെ കാലം, ശാസ്ത്രീയ കണ്ടുപിടുത്തത്തിൻ്റെ കാലം, ബഹുഭാര്യത്വത്തിൻ്റെ കാലം, ലിവിങ് ടുഗദറിൻ്റെ കാലം. വിശുദ്ധ ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്ന പ്രയോഗമുണ്ട്, ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞു.
ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇതിന് നടുവിൽ മറ്റൊരു വീടിൻ്റെ മുറിക്കകത്തേക്ക് ഞാൻ നിങ്ങളുടെ ദർശനത്തെ കൊണ്ടുപോകുകയാണ്. ആദാം മുതൽ ഏഴാമനായ ഹാനോക്കിൻ്റെ മുറിക്കകത്ത് യേശുവിൻ്റെ മടങ്ങിവരവിൻ്റെ ദർശനം വ്യാപരിക്കുന്നു. ഞാൻ ഇന്ന് രാത്രി ഈ പ്രസംഗം ഉപസംഹരിക്കുമ്പോൾ നിയോഗത്തോടെ ചോദിക്കുന്നു, കായീൻ്റെ കുടുംബത്തിൻ്റെ സമൃദ്ധി വേണോ അതോ ഹാനോക്കിൻ്റെ മുറിക്കകത്തെ ദർശനം വേണോ? ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ശബ്ദം ഉയർത്തിയൊന്ന് ആത്മാവിൽ പറഞ്ഞാട്ടെ. കായീന്റെ കുടുംബത്തിലെ സമൃദ്ധി അല്ല വലുത്, ഹാനോക്കിന്റെ മുറിക്കകത്തെ ദർശനമാണ് വലുത്. ആത്മനിയോഗം പ്രാപിച്ച ദൈവവൈദ്യരെ, ഒന്നും നേടിയില്ലെങ്കിലും നിന്റെ അകത്ത് ദർശനം വ്യാപരിക്കാൻ ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുത്താൽ ആ കരം നിന്റെ തലമുറകളുടെ മേൽ വിടുതലായി പരിണമിക്കും. ഞാൻ ഇന്ന് രാത്രി അഭിഷേകത്തിന്റെ തൈല നദി ഒഴുകുന്ന രാത്രി, പാതാള ശക്തികളുടെ മേൽ യേശുവിന്റെ രക്തത്തിന്റെ ജയം വ്യാപരിക്കുന്ന രാത്രി, ഒരുപറ്റം ആളുകളെ സ്വർഗം ഇതിനകത്ത് ഒരുക്കുന്ന രാത്രി, ഇരുട്ടിന്റെ ശക്തികളുടെ പതനം സംഭവിക്കുന്ന രാത്രി, അന്ധകാര ശക്തികൾ ചില വ്യക്തികളുടെ മേൽ വെച്ചിരിക്കുന്ന നുകക്കഴികളെ ആത്മമണ്ഡലം അഴിച്ചു മാറ്റുന്ന രാത്രി, പരിശുദ്ധാത്മാവ് ഇടപെടുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഭൗതിക സമൃദ്ധിയേക്കാൾ നിത്യതയുടെ ദർശനമാണ് എനിക്ക് വലുത് എന്ന് കൊതിക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്? രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഭൗതിക നേട്ടങ്ങളെക്കാൾ നിത്യതയുടെ ദർശനമാണ് എനിക്ക് വലുത് എന്ന് കൊതിക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്? ഞാനിന്ന് രാത്രി ഇവിടെ നിന്ന് ആരാധിക്കുന്ന ദൈവമക്കളോട് ചോദിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഈ കായീൻ്റെ കൊച്ചുമക്കളുടെ മുൻപ് പറഞ്ഞ വൈക്രോമോസോമുകളുടെ പിന്തുടർച്ചക്കാർ ഈ ഭൂമിയിൽ ഇന്ന് ആരെങ്കിലും ഉണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഒരു തലമുറയെ പ്രളയം നക്കി തുടച്ചതോടുകൂടെ അവൻ്റെ തലമുറ അവിടെ അവസാനിച്ചു. എന്നാൽ നോഹയുടെ ഈ പറഞ്ഞ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ മുറിക്കകത്ത് ദർശനം പ്രാപിച്ച് ഉടലോടെ എടുക്കപ്പെട്ട ഹാനോക്കിൻ്റെ മകൻ മെതുശലേഹ്, ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വർഷം ജീവിച്ചിരുന്ന മെതുശലേഹിൻ്റെ മകൻ, 777 വർഷം ജീവിച്ചിരുന്ന ലാമേക്കിൻ്റെ മകൻ, നോഹയുടെ കൊച്ചുമകൻ അബ്രഹാമിൻ്റെ കൊച്ചുമക്കളെ ഇന്നും പലസ്തീനിൽ സൂക്ഷിച്ച ദൈവമാണ് ഞാൻ ആരാധിക്കുന്ന ദൈവമെങ്കിൽ, നീ കൃപയിൽ നിന്നാൽ നിന്റെ തലമുറകളെ പാലിക്കുന്ന ദൈവത്തിന്റെ കരുതൽ നിന്റെ കുടുംബത്തിന്റെ പുറകിൽ ചലിക്കുന്നുണ്ടെന്ന് ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ആത്മാവിൽ തിരിച്ചറിയട്ടെ. നീ ദൈവകൃപയിൽ നിന്നാൽ നിന്റെ തലമുറകളുടെ മേൽ അറിയാത്ത ദൈവത്തിന്റെ കാവൽ വ്യാപരിക്കും. ഹംദൽ ഘടകനാധികരയാരകൽ ഘടകരൗദരാധികരയാരകനക. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഇതാ ദൈവത്തിന്റെ കരം പ്രകൃതിയുടെ പുറകിൽ ചലിക്കാൻ തുടങ്ങുകയാണ്. ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ മനസ്സിലാക്കണം, സ്വർഗത്തിന്റെ ഒരു കോണിൽ ചാരിയിരുന്ന് ഉറങ്ങുന്ന പൊട്ടൻ മുതുക്കനല്ല ഞാൻ ആരാധിക്കുന്ന എൻ്റെ ദൈവം. മനുഷ്യന്റെ കുലത്തിൽ പാപം വർദ്ധിച്ചു കഴിയുമ്പോൾ മനുഷ്യകുലത്തിന്മേൽ ദൈവത്തിന്റെ കരം പ്രതികൂലമായിട്ട് ഉയരും. എൻ്റെ ദൈവത്തിന്റെ കരം അതിഭയങ്കരമായി കൊറോണയുടെ കാലഘട്ടത്തിൽ ഉയർന്ന് 10,000 മണ്ണിലേക്ക് മടക്കയാത്ര നടത്തിയപ്പോൾ, എൻ്റെയും നിന്റെയും കൂടെ യാത്ര ചെയ്ത പലരെയും അത് ബാധിച്ചപ്പോൾ, ഞാനും നിങ്ങളും അതിന് അടിമകളായപ്പോൾ അതിനകത്തുനിന്ന് കയറി വന്ന് ഇന്ന് രാത്രി 2026 ഒടുവിലത്തെ ആഴ്ചയിൽ വചനം കേൾക്കാൻ ദൈവം, ജനുവരി മാസത്തിന്റെ ഒടുവിലത്തെ ആഴ്ചയിൽ വചനം കേൾക്കാൻ ദൈവം ഭാഗ്യം നൽകിയത് നമ്മുടെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിന്റെ കൃപ കൊണ്ടാണെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി സ്തോത്രത്തോടെ പറയണം, നോഹയുടെ കാലം ഇഞ്ഞടുത്തു വരികയാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ നോഹയുടെ കാലത്തെ ജനങ്ങൾ മുഴുവൻ നിരീശ്വരവാദികളായിരുന്നുവെന്ന്? അല്ല, അവരാരും നിരീശ്വരവാദികളായിരുന്നില്ല. ബഹുഭൂരിപക്ഷം ദൈവാസ്തിക്യ നിഷേധികൾ ഉണ്ടായിരുന്നെങ്കിലും എന്തുകൊണ്ടാണ് കായീൻ കാർഷിക വിഭവങ്ങളെ യാഗമാക്കിയത്? കാർഷിക വിഭവങ്ങളെ യാഗമാക്കിയത് എന്താണോ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതാണ് യാഗമാക്കിയത്. രക്തച്ചൊരിച്ചിലോടുകൂടി യാഗപീഠത്തിന്റെ നിഴലിൽ നിന്നുകൊണ്ട് കാൽവറിയിലെ ബലിമരണം കണ്ട് യാഗമർപ്പിച്ച ഹാബേലിന്റെ യാഗത്തിൽ നിന്ന് വ്യത്യസ്തമായി ഭൗതിക നേട്ടം പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ് കായീൻ കാർഷിക വസ്തുക്കളെ യാഗമാക്കിയത്. എന്ന് പറഞ്ഞാൽ 1 വെച്ചാൽ 10 കിട്ടും എന്ന മട്ടിൽ ഭൗതിക പ്രതീക്ഷകൾ നിറഞ്ഞ ഒരു തലമുറയായിരുന്നു ആ തലമുറ. എന്നാൽ കൃപ പ്രാപിച്ച ദൈവമക്കളെ, ഇവിടെ നിന്നിരിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ തിരിച്ചറിയണം, എൻ്റെ ദൈവത്തിൻ്റെ കരം പ്രകൃതിയുടെ പുറകിൽ ചലിക്കാൻ തുടങ്ങി. 2 ജലശേഖരങ്ങളെ ദൈവം തുറന്നങ്ങോട്ട് വെച്ചു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഒരു ചെറിയ വിഭാഗം നോഹയുടെ കാലത്ത് പെട്ടകത്തിൽ കയറി എത്ര പേരായിരുന്നു? 80 പേരോ? എത്ര പേരായിരുന്നു? 8 പേര്. 8 പേര് വിരളയിൽ എണ്ണാനുള്ള ആളുകൾ. ഞാൻ നിങ്ങളൊരു ചോദ്യം ചോദിച്ച് അവസാനിപ്പിക്കുന്നു, ശ്രദ്ധിച്ച് കേൾക്കണം.
നോഹയുടെ അപ്പൻ എത്ര കൊല്ലം ജീവിച്ചിരുന്നെന്നാ പറഞ്ഞത്? ലാമേക്ക് 777 വർഷം. അദ്ദേഹത്തിന്റെ അപ്പൻ എത്ര കൊല്ലം ജീവിച്ചിരുന്നാ പറഞ്ഞത്? 969 വർഷം. അദ്ദേഹത്തിന്റെ അപ്പൻ എത്ര കൊല്ലം ജീവിച്ചിരുന്നാ പറഞ്ഞത്? 365 വർഷം. സ്തോത്രം. 70 പേർ മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോയി. 400 വർഷം കഴിഞ്ഞപ്പോൾ 35 ലക്ഷത്തിലടുത്തായില്ലേ? 70 പേർ 400 വർഷം കൊണ്ട് 35 ലക്ഷത്തോളമായെങ്കിൽ, അല്ലെങ്കിൽ 30 ലക്ഷത്തിലധികമായെങ്കിൽ, സ്തോത്രം, 365 വർഷം കൊണ്ട് ആ ജനറേഷൻ എത്ര പേർ കാണും? ഉടലോടെ എടുക്കപ്പെട്ട ഹാനോക്കിന്റെ മക്കളും കൊച്ചുമക്കളും കൂടെ അവരുണ്ടെങ്കിൽ ഈ പെട്ടകം നിറയാൻ കാണുകയല്ലേ? ഒരാൾ 969 കൊല്ലം ജീവിച്ചിരുന്നെങ്കിൽ, അദ്ദേഹത്തിന്റെ മക്കളും കൊച്ചുമക്കളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആ തലമുറയിൽ എന്തോ ജനമായിരുന്നേനെ. 777 കൊല്ലം നോഹയുടെ അപ്പൻ ജീവിച്ചിരുന്നെങ്കിൽ, ഞാൻ മുൻപേ പറഞ്ഞതുപോലെ അതെ 70 പേർ 400 വർഷം കൊണ്ട് 30 ലക്ഷത്തിലധികമായിരുന്നെങ്കിൽ, ആ ജനതയിലെ മക്കളും കൊച്ചുമക്കളും ഉണ്ടായിരുന്നെങ്കിൽ ഈ പെട്ടകം നിറയാൻ ആൾ കാണുമായിരുന്നല്ലോ. എന്നാൽ അവരിൽ 99 അരക്കാലെ, പച്ച മലയാളത്തിൽ ശാകാണി മുണ്ടാണി എന്നൊക്കെ പറയും, മുഴുവൻ പേരും പ്രളയത്തിൽ നശിച്ചു. എന്നാൽ വിരളയിൽ എണ്ണാനുള്ള 8 പേരും മാത്രം ഈ പെട്ടകത്തിൽ സുരക്ഷിതരായതിൻ്റെ കാരണം അതുപോലെ തന്നെ ആയിരിക്കും കർത്താവിൻ്റെ മടങ്ങി വരവ്. രജിസ്റ്ററിൽ പേരുള്ള 95 തള്ളപ്പെടുമ്പോൾ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ചെറിയ വിഭാഗം നിത്യതയിൽ വിളിക്കപ്പെടും. ആ ചെറിയ സംഘത്തിൽ ഞാനും കാണണം എന്ന് കൊതിക്കുന്ന ദൈവമക്കൾ എത്ര പേര് ഇന്ന് രാത്രി ഇവിടെയുണ്ട്? ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ദൈവത്തിന് മഹത്വം. കുടുംബജീവിതത്തിന്റെ അടിത്തറ തകർന്ന കാലം നോഹയുടെ കാലം. മ്ലേച്ഛത പെരുകിയ കാലം നോഹയുടെ കാലം. ലിവിങ് ടുഗദറിന്റെ കാലം നോഹയുടെ കാലം. കുലപാതക തുരയിലെ പാട്ടുകൾ വർദ്ധിച്ച കാലം നോഹയുടെ കാലം. ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ കുതിച്ചുയർന്ന കാലം നോഹയുടെ കാലം. തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ എണ്ണം ചുരുങ്ങിപ്പോയ കാലം നോഹയുടെ കാലം. പ്രസംഗിച്ച കർത്തൃദാസന്മാർ പരിഹസിക്കപ്പെട്ട കാലം നോഹയുടെ കാലം. നശിക്കുന്ന ഭൂമിയിൽ കാലൂന്നി നിന്നുകൊണ്ട് നശിക്കാത്ത ഭൂമിയുടെ ദർശനം പ്രസംഗിക്കാൻ ആളില്ലാത്ത കാലം നോഹയുടെ കാലം. യേശുവിൻ്റെ മടങ്ങി വരവും അങ്ങനെ തന്നെ ആകുമെങ്കിൽ ഈ തലമുറയുടെ ചെറിയ സമൂഹം കർത്താവിൻ്റെ വരവിൽ പോകാൻ കാണും. അതിനകത്ത് എനിക്കും കാണണം എന്ന് കൊതിക്കുന്ന ദൈവമക്കൾ വേദപുസ്തകം ഒന്ന് അടച്ച് 2 കൈകളും കർത്താവിങ്കിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചാട്ടെ. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ശബ്ദമുയരട്ടെ. അടുത്തും വലത്ത്. ഞാൻ ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവങ്ങൾ പറയട്ടെ, നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്തതാണ് നമ്മുടെ മരണം. ദൈവത്തിന് സ്തോത്രം. ഒരിക്കലും നമുക്ക് നമ്മുടെ മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല എന്ന് മാനസികാവസ്ഥ അതാണ്. മഹാഭാരത കഥകളിൽ പ്രധാനപ്പെട്ട ഒരു കഥയുണ്ട്. യുധിഷ്ഠിരൻ സഹോദരങ്ങളെ സ്കൂളിൽ പഠിച്ച് കാണും. വനവാസകാലത്ത് വെള്ളത്തിന് പറഞ്ഞു വിട്ടൊരു കഥയാണ്. ജലാശയത്തിൻ്റെ അടുക്കൽ ചെന്ന് ഒരാൾ വെള്ളം കോരി വായോടടുപ്പിച്ചപ്പോൾ ഒരു ശബ്ദം കേട്ടു. ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം തരാതെ വെള്ളം കുടിക്കരുത്, മരണം ഉറപ്പാകും. പക്ഷേ പരവേശം കൊണ്ട് കുടിച്ചു പോയി ആൾ മരിച്ചു വീണു. 1, 2, 3, 4 മരണം തുടരുന്നു. ഒടുവിൽ പറഞ്ഞു വിട്ട ആൾ തന്നെ അവിടെ എത്തി. വളരെ ശാസ്ത്രീയ താത്വിക ചിന്തയുള്ളൊരു കഥയാണ്. അദ്ദേഹം അവിടെ എത്തിയപ്പോൾ, യുധിഷ്ഠിരൻ തന്നെ എത്തിയപ്പോൾ വെള്ളം കോരി വായോടടുപ്പിച്ചപ്പോൾ കേട്ടു ശബ്ദം, ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം തരാതെ വെള്ളം കുടിക്കരുത്, മരണം ഉറപ്പാകും. പക്ഷെ കുടിക്കുന്നതിന് മുമ്പ് ദാഹം കടിച്ചു പിടിച്ച് മറുപടി കൊടുക്കാൻ തയ്യാറായി. ആ അശരീരിയുടെ ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണം. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ലോകത്തിലേക്കും ഏറ്റവും വലിയ അത്ഭുതം ഏതാണ്? അദ്ദേഹം കൊടുത്ത മറുപടി ഇതാണ് മറുപടി: ഇടത്തും വലത്തുമുള്ളവർ മരിച്ചു വീഴുമ്പോഴും ഞാൻ മാത്രം ചിരഞ്ജീവിയായി ഇവിടെ മരിക്കാതെ തുടരും എന്ന് മനുഷ്യൻ ചിന്തിക്കുന്ന മിഥ്യാബോധമാണ് ഏറ്റവും വലിയ അത്ഭുതം. എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കളെ, നമ്മൾ എത്ര നാൾ ഇവിടെയുണ്ട്? കൊച്ചായുസ് വേഗം തീരും. കിട്ടിയാൽ 4000 ആഴ്ച, 4000 മാസമില്ല കേട്ടോ. മനുഷ്യജീവിതത്തെ ക്ഷണികമായൊരു ജീവിതത്തിൽ പണ്ട് സ്കൂളിൽ പഠിച്ച കാലത്ത് ഒരു കവിതയോട് ഉപമിച്ചിട്ടുണ്ട്. ചോരക്കുടം പോലൊരു കൊച്ചുകുഞ്ഞ് മലമൂത്ര വിസർജാദികൾ അണിഞ്ഞുകൊണ്ട് പഴന്തുണി കീറ്റ് ധരിച്ച് പാളയ്ക്കകത്ത് രംഗത്ത് വരുന്നിതാദ്യം.
പന്തും പടവും പമ്പരവും കറക്കി കളിച്ച് ചാടി കളിയോടി ആടി രംഗത്തിതാ വരുന്നൊരു കൊച്ചു പയ്യൻ. മുഖവും മിനുക്കി തലയും മിനുക്കി ബനിയൻ ബനാറീസ് 703 ചുണ്ടിൽ സിഗരറ്റ് പുകച്ചുകൊണ്ട് പുറപ്പെടും പമ്പര വിട്ടി. പിന്നെ അടുത്തത് കല്യാണമാണ്. പാവാട ജാക്കറ്റ് പട്ടുസാരി കാപ്പും ധരിച്ചൊരു ഭാര്യ മുൻപിൽ, പെങ്കോന്തനേവൻ പുറകെ ഈ വണ്ണം കാൺമാൻ മൃഗത്താന്ത വിശേഷവേഷം. കെട്ടിക്കണം പെണ്ണിനെ ഇങ്ങനെ ആയാൽ പോരാ, പിടിച്ചാട്ടൊരു ചിട്ടി കേട്ടോ. കല്യാണം കഴിപ്പിക്കാൻ പിള്ളേർ വളർന്നു കഴിയുമ്പോൾ മാതാപിതാക്കൾ തമ്മിലുള്ള സംസാരമാണ്. കെട്ടിക്കണം പെണ്ണിനെ ഇങ്ങനെ ആയാൽ പോരാ, പിടിച്ചാട്ടൊരു ചുറ്റി കേട്ടോ. പൊടി അവൾ പഠിക്കട്ടെ, നിനക്കെന്തറിയാം കുടുംബ കലഹം ബഹുവിശേഷം. അതൊക്കെ കഴിഞ്ഞേച്ച പിള്ളേരൊക്കെ പ്രായമായി, കല്യാണമെല്ലാം കഴിഞ്ഞ് പുള്ളിക്ക് മരപ്പും പെരുപ്പും തരിപ്പും ഒക്കെ തുടങ്ങി. ആ സമയത്ത് കൈകാൽ പുളക്കുന്നു, പുറം കഴയ്ക്കുന്നു, അടുത്ത് തൻ മക്കൾ തിരുമിടുന്നു. കാർപ്പാസ ബീജാതി ബലാ സുഗന്ധം എന്ന് പറഞ്ഞാൽ ആയുർവേദ മരുന്നല്ല, അച്ചാച്ചനെ കൊണ്ട് കുഴച്ച് കൊടുക്കുന്ന കഷ്ടകാലം പിടിച്ച ആ പെരുപ്പിൻ്റെ കാലം. അവസാനത്തെ ഒരു കാലമുണ്ട്. വൈദ്യൻ വരുന്നു, വലിവേറിടുന്നു, അയ്യോ വിളിക്കുന്നു വീടടങ്കം, കസ്തൂരി തേടുന്നു, താഴെ കിടത്തുന്നു, ഇസ്തം സമസ്തം നരനാടകാംഗം. പോയി നേരെ ഐസിയുവിലേക്ക്, തുടർന്ന് മോർച്ചറിയിലേക്ക്, അടുത്ത് സെമിറ്ററിയിലേക്ക്. ഇതുകൊണ്ട് കഥ തീരുകയാണെങ്കിൽ സാരമില്ല, ഇതുകൊണ്ട് കഥ തുടങ്ങുകയാണ്, നിത്യത ആരംഭിക്കുകയാണ്. എനിക്ക് നിത്യത കൈവിട്ടു പോകരുത് എന്ന് കൊതിക്കുന്ന ദൈവമക്കളെ കരങ്ങൾ രണ്ടുമെന്ന് ഉയർത്തിപ്പിടിച്ചേ. ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. ഒരു ദൈവവൈതൽ പോലും മൗനമായിരിക്കാതെ എല്ലാ ദൈവമക്കളും ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് ശബ്ദമുയർത്തിയൊന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. അടുത്ത ദിവസം ഇവിടെ എത്ര പേർ ആരോഗ്യത്തോടെ തുടരും ആർക്കും പറയാൻ സാധ്യമല്ല. മരണദൂതന്റെ തണുത്ത കരങ്ങൾ, ചില ജീവന്റെ പുറകിൽ ആധിപത്യം പുലർത്തുന്ന രംഗം പരിശുദ്ധാത്മാവ് കണ്ടുകൊണ്ട് കൈവിട്ടു പോകാതിരിക്കത്തക്ക വിധം ചില വ്യക്തികളെ നിത്യതയ്ക്കായി ഒരുക്കാൻ ചെയ്ത ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ് ഈ രാത്രി മീറ്റിംഗ് എങ്കിൽ പരിശുദ്ധാത്മാവ് രാത്രി ഇവിടെ ഇരുന്ന് ആരാധിക്കുന്ന വ്യക്തികളുടെ അന്തരാത്മാവിനോട് ആഴത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇരിക്കുന്ന ഇരിപ്പിൽ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എന്റെ നിത്യത എനിക്ക് കൈവിടരുതേ എന്ന് കൊതിക്കുന്ന ദൈവമക്കൾ ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചാട്ടെ, ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചാട്ടെ. അടുത്ത ബയോപ്സി റിപ്പോർട്ട് ക്യാൻസർ ആണോ അല്ലെന്ന് ആർക്കറിയാം? അടുത്ത ഹൃദയാഘാതം മരണത്തിലേക്കുള്ള കുറുക്കുവഴിയാണോ അല്ലെന്ന് ആർക്കറിയാം? ആ വളയം പിടിക്കുമ്പോൾ കണ്ണൊന്ന് അടഞ്ഞു പോയാൽ സ്പൈനൽ കോഡ് തകർന്ന് കിടപ്പിലാകുമോ അല്ലെന്ന് ആർക്കറിയാം? എന്നാൽ ഇന്ന് രാത്രി മുഴങ്ങുന്ന ദൈവശബ്ദത്തിന് മുൻപിൽ എൻ്റെ നിത്യത എനിക്ക് കൈവിട്ടു പോകരുത് എന്ന് കൊതിക്കുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ യേശുവേ എന്ന് ആ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, യെസ് യേശുവേ എന്നിന്ന് രാത്രി രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദമുയർത്തി ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ഞാൻ കാണുന്നു സ്വർഗം ഇതിന് മീതെ തുറന്നു നിൽക്കുകയാണ്. ദൂതന്മാർ ഇവിടെ കുനിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്ന രാത്രിയാണ്. ഇരുട്ടിന്റെ ശക്തികൾ ചില വ്യക്തികളുടെ മേൽ വെച്ചിരിക്കുന്ന പാതാളത്തിന്റെ മുഖങ്ങളെ തകർത്തു മാറ്റിയിട്ട് ചില വ്യക്തികളെ വിടുവിക്കാൻ യേശുവിന്റെ കരം ഇന്ന് രാത്രി ബലത്തോടെ ചലിക്കുകയാണ്. നിങ്ങൾ ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ ആ കൈകൾ ഉയർത്തിപ്പിടിച്ച് കർത്താവിന്റെ സന്നിധിയിൽ ആത്മാവിൽ ഒന്ന് ഒരുങ്ങിക്കാട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഞാൻ കാണുന്നു ഈ ആത്മീയ ആരാധനയ്ക്ക് മീതെ സ്വർഗം തുറന്നു നിൽക്കുകയാണ്. ദൂതന്മാർ ഇവിടെ കുനിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്ന രാത്രിയാണ്. ആരൊക്കെ ഇന്ന് രാത്രി ശ്രദ്ധിക്കുന്നെന്നോ അശ്രദ്ധയുണ്ടെന്നൊന്നും അല്ല വിഷയം. പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തോട് പറയുന്നു, കൈവിടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള ചില വ്യക്തികൾക്ക് മുൻപിൽ ദൈവശബ്ദം ഇന്ന് രാത്രി മുഴങ്ങുകയാണ്. രണ്ട് കൈകളും ഉയർത്തി കർത്താവിനോട്, ഞാൻ കൈവിടപ്പെട്ടു പോകരുത് കർത്താവേ, ഞാൻ കൈവിടപ്പെട്ടു പോകരുത് കർത്താവേ എന്ന് ആത്മാർത്ഥമായി കൊതിക്കുന്നവർ ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചു. അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ നിയോഗമുള്ള ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്റെ ബാഹ്യ ആളത്വത്തെക്കാൾ ശക്തിയേറിയതാണ് നിന്റെ അകത്ത് വ്യാപരിക്കുന്ന അകത്തെ ആളത്വം. 9200 അടി പൊക്കമുള്ള മഞ്ഞ് പെയ്യുന്ന ഹെർമോൻ പർവ്വതത്തിന് മുകളിൽ ഒരലക്കുകാരനും അലക്കിയാൽ വെളുക്കാത്ത വിധത്തിൽ എൻ്റെ യേശുവിൻ്റെ വസ്ത്രം തിളങ്ങി നിൽക്കുന്ന സമയത്ത് സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് മരിച്ചു മൺമറഞ്ഞ മോശ അവിടെ ഇറക്കപ്പെട്ടു വന്ന് പത്രോസ്, യാക്കോബ്, യോഹന്നാനും നോക്കി നിൽക്കുമ്പോൾ പച്ചയ്ക്ക് സംസാരിക്കുന്ന രംഗം കണ്ടെങ്കിൽ അടുത്ത 50 വർഷം
വർഷം കൊണ്ടോ അടുത്ത 100 വർഷം കൊണ്ടോ നിന്റെ ആളത്വം തീരുകയില്ല. എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രതിഫലത്തിനായി നിൽക്കാൻ ദൈവം വിളിച്ചിരിക്കുന്ന ഒരു ആന്തരിക ആളത്വം ഇവിടെ ഇരിക്കുന്ന നിനക്ക് മേൽ വ്യാപരിക്കുന്നുണ്ട്. അഭിഷേകത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്ന ഈ രാത്രി നിന്റെ ബാഹ്യ വ്യാപാരത്തെക്കാൾ നിത്യതയുടെ ദർശനം പ്രാപിച്ച ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ആ നിത്യത എനിക്ക് കൈവിടപ്പെടരുത്. ഇരിക്കുന്ന ഇരിപ്പിലൊന്ന് എഴുന്നേറ്റാട്ടെ. എഴുന്നേൽക്കാൻ കഴിയുന്ന ദൈവമക്കളൊന്ന് എഴുന്നേറ്റാട്ടെ. ഓ ചിരാതൽ ഘടക രൗദരാധികനയാരകനക അബ്ദരാതൽ ഘടക രൗദരാധികനയാരക. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ജയം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ജയം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ജയം. ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. ഇന്ന് രാത്രി അസാധാരണമായ ദൈവ സാന്നിധ്യമാണ് നിങ്ങളുടെ മേൽ ബലത്തോടെ വ്യാപരിക്കുന്നത്. മണ്ണിൽ കാണുന്നതെല്ലാം അവസാനിക്കും. ഇവിടെ അതിവേഗം ഈ ചരിത്രം അധ്യായം അവസാനിക്കും. എൻ്റെ ദൈവമേ, നിത്യത എനിക്ക് കൈവിടപ്പെടരുത്. ഓ രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ മുൻപിലിരിക്കുന്ന സഹോദരങ്ങളെ, ഒരു നിമിഷം ഒന്ന് കണ്ണു തുറക്കണേ. ഞാൻ വിശ്വസിക്കുന്നത് പറയാം. ഈ ദൈവദാസന്റെ ഹൃദയത്തിൽ ഈ ഒരു സ്പെഷ്യൽ മീറ്റിങ്ങിന് നിയോഗമുണ്ടായെങ്കിൽ ഇതിനകത്തിരുന്ന് കേൾക്കുന്നവരിൽ ആരെയൊക്കെയോ ദൈവാത്മാവ് അസാധാരണമായൊരു സമയത്തിന്റെ ടേണിംഗ് പോയിന്റിൽ കൊണ്ടുവന്നിരിക്കുന്നു. നിത്യത കൈവിട്ടു പോകത്തക്ക വിധത്തിലുള്ള ചില വെല്ലുവിളികൾ ചില ശരീരങ്ങളുടെ പുറകിൽ ആരംഭിക്കാൻ തുടങ്ങുന്നതിനെ കണ്ടുകൊണ്ട് പരിശുദ്ധാത്മാവിനെ തട്ടി ഉണർത്താൻ ദിവ്യ നിയോഗപ്രകാരം വെച്ച യോഗമാണ് ഈ ചെറിയ യോഗം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ വ്യക്തികളുടെ ആഴത്തിൽ ഇടപെടുകയാണ്. നിങ്ങൾ ഇന്ന് രാത്രി ഒന്ന് ശ്രദ്ധിക്കുക. കാണാൻ കഴിയുന്ന, കേൾക്കാൻ കഴിയുന്ന, സഹോദരങ്ങളുടെ ഭവനത്തിലെ അംഗസംഖ്യയെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്ന ഒരു ആളത്വമാണ് ധനവാന് നരകപീഡയിൽ ലഭിച്ചതെങ്കിൽ, ഈ അബ്രഹാമിന്റെ മടിയിൽ ആശ്വസിക്കുവാൻ കഴിയുന്ന ഒരാളത്വമാണ് ലാസറിന് ലഭിച്ചതെങ്കിൽ, ഹാലൂസിനേഷൻ എന്നൊരു മാനസിക രോഗമുണ്ട്. നമുക്കറിയാം, ഹാലൂസിനേഷൻ ഇല്ലാത്ത ശബ്ദം കേൾക്കും, ഇല്ലാത്ത കേൾവി ഉണ്ടാകും, ഇല്ലാത്തത് അനുഭവിക്കും. എന്നാൽ പത്രോസും യാക്കോബും യോഹന്നാനും 3 പേരും നോക്കി നിൽക്കെ ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലാതെ അതാ ഒരിക്കൽ ശവമടക്ക് പ്രാപിച്ച മോശ ആളത്വപരമായി സംസാരിക്കുന്നത് കണ്ടെങ്കിൽ ഞാനും നീയും കല്ലറ കൊണ്ട് തീരില്ല. നമ്മുടെ നിത്യത യാഥാർത്ഥ്യമാണ് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ, എൻ്റെ നിത്യത എനിക്ക് കൈവിടപ്പെടരുത് എന്ന് ആത്മാർത്ഥമായി കൊതിക്കുന്നെങ്കിൽ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചേ. ഗ്ലോറി, ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് കരങ്ങൾ താഴ്ത്തി ഒരു കാര്യം പ്രത്യേകം പറയാം. ഞാൻ പ്രിയപ്പെട്ടു പറയട്ടെ, എനിക്ക് കുറച്ച് നാളുകൾക്ക് പുറം 2021 കൊറോണ വന്നു. എൻ്റെ മാതാവും ഞാനും ഒരുമിച്ചാണ് ഹോസ്പിറ്റലിലോട്ട് കയറിയത്. ഓക്സിജൻ ലെവൽ കുത്തനെ താണ്. മരണത്തെ ഞാൻ മുഖാമുഖമായി കണ്ടയാളാണ്. എൻ്റെ അമ്മ ആ സമയത്താണ് ലോകത്തോട് വിട പറഞ്ഞത്. തൊട്ടപ്പുറത്തുള്ള IC യൂണിറ്റിൽ എൻ്റെ അമ്മ കഴിയുന്നു. ഞാൻ ഇങ്ങേപ്പുറത്തെ മുറിയിൽ കിടക്കുന്നു. സ്തോത്രം. എൻ്റെ അമ്മയുടെ അടുക്കൽ ചെന്ന് ചില മിനിറ്റുകൾക്ക് മുൻപും ഭക്ഷണം വായിൽ വാരി കൊടുത്തിട്ട് മുഖത്തൊക്കെ അടച്ച് സെറ്റ് ചെയ്തിരിക്കുന്ന സംവിധാനങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നതെങ്കിലും കണ്ണ് കാണത്തില്ലെങ്കിലും കയ്യിലേക്ക് ഞാൻ എൻ്റെ അമ്മയുടെ കയ്യിലേക്ക് പിടിക്കുമ്പോൾ മോനെ നീ വന്നോ എന്ന് പറയത്തക്ക വിധത്തിൽ എന്നെ നന്നായി സെൻസ് ചെയ്യുമായിരുന്നു. അമ്മമാരങ്ങനെയാണ്. സ്തോത്രം. മക്കളുടെ സാന്നിധ്യത്തിൽ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ഇന്ദ്രിയം അവർക്കുണ്ട്. സ്തോത്രം. അങ്ങനെ ഇരിക്കെ ഭക്ഷണം വാരി കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഇങ്ങേപ്പുറത്തെ മുറിയിലേക്ക് വന്നത്. ഡോക്ടറിനോട് ഓടി വന്ന് പറഞ്ഞു, ഒരു മാസ് അറ്റാക്ക് മദറിന് സംഭവിച്ചു, കൃത്രിമ ശ്വസനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഓടി ഞാൻ ചെല്ലുമ്പോൾ ഒരു പഴന്തുണി പോലെ കിടക്കയാണ്. ആ കയ്യിൽ കയറി പിടിച്ചുകൊണ്ട് അമ്മേ 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 എന്ന് ഞാൻ പലവട്ടം വിളിച്ചിട്ടും ആ കണ്ണ് തുറന്നില്ല, ആ നാവ് പ്രതികരിച്ചില്ല. ഈ ദൂത് കേൾക്കുന്ന സമയം നിങ്ങൾ ഓർക്കണം, നീയും ഞാനും ഒരു ദിവസം ദൈവസന്നിധിയിലെത്തും. നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന വിളി കേൾക്കുമോ? അതോ ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവീൻ എന്ന ശബ്ദം കേൾക്കുമോ? ആ 2 കൈകളും നെഞ്ചോട് ചേർത്ത് വെച്ച് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചേ.
എന്റെ കൊച്ചായുസിനെ നിന്റെ കരങ്ങളിൽ തരുന്ന കർത്താവേ, എന്റെ നിത്യത എനിക്ക് കൈവിടപ്പെടാൻ പാടില്ല. എന്റെ നിത്യത എനിക്ക് കൈവിടപ്പെടാൻ പാടില്ല. എന്റെ ജീവനെ ഞാൻ നിന്റെ കൈകളിൽ തരികയാണ്. ആ രണ്ട് കൈകളും നെഞ്ചോട് ചേർത്ത് വെച്ച് ആ വിശുദ്ധന്മാരുടെ ചെറിയ ഗണത്തിൽ എനിക്കും ഒരു ഭാഗമാകണമെന്ന് കൊതിക്കുന്നെങ്കിൽ, പാസ്റ്ററെ എനിക്ക് പ്രാർത്ഥന വേണം, ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ വരികയാണ്, എനിക്ക് ആ ചെറിയ സംഘത്തിൽ എനിക്കും ഒരു ഭാഗമാകണം എന്ന് കൊതിക്കുന്നെങ്കിൽ, നെഞ്ചോട് ചേർത്ത കൈകളോടെ നിങ്ങൾ ശക്തമായി പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. പാസ്റ്ററെ എനിക്ക് പ്രാർത്ഥന വേണം, ആ ചെറിയ സംഘത്തിൽ എനിക്കും ഉണ്ടാകണം. പാസ്റ്ററെ ഈ ദൂത് എനിക്കുള്ള ദൈവാലോചനയാണ്, എന്റെ ജീവനെ ഞാൻ കർത്താവിന്റെ മുൻപിൽ വയ്ക്കുന്നു, ആ ചെറിയ സംഘത്തിൽ എനിക്കും വേണം എന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം ആ വലത് കരം ഉയർത്തിപ്പിടിച്ചാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവേ, ആ ചെറിയ സംഘത്തിൽ എനിക്കും അംഗമാകണം. കൈവിടപ്പെടരുതേ കർത്താവേ, കൈവിടപ്പെടരുതേ. ശബ്ദം ഉയരട്ടെ. ആ കൈകൾ രണ്ടും ഉയർത്താമെങ്കിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യേശുവേ എന്നൊന്ന് ലജ്ജ കൂടാതെ വിളിക്കാമെങ്കിൽ ലജ്ജ കൂടാതെ യേശുവേ എന്നൊന്ന് വിളിച്ച് ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. അടുത്ത് നിൽക്കുന്ന ആളുകൾ കേൾക്കുമെന്ന് വിചാരിക്കേണ്ട. അഭിമാനത്തിന്റെ മുഖം മൂടി മുഴുവൻ പറിച്ചു മാറ്റി, ഓ ക്ഷീരാതൽക്കടകന ഉദരാധികനയാരകാനകാരകാൽക്കടകന രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് യേശുവേ എന്ന് നിലവിളിച്ചുകൊണ്ട് നിങ്ങൾ ശക്തമായി ഇന്ന് രാത്രി പ്രാർത്ഥിക്കട്ടെ. ആരുടെയൊക്കെയോ മേൽ ആധിപത്യം പുലർത്തുന്ന മരണദൂതന്റെ കരങ്ങളെ സ്വർഗം ഇന്ന് രാത്രി വെട്ടിമാറ്റുകയാണ്. എവിടെയൊക്കെയോ മരണത്തിലേക്ക് വ്യക്തികളെ വലിച്ചുകൊണ്ടു പോകാൻ വാദിക്കുന്ന ബന്ധനത്തെ സ്വർഗം ഇന്ന് രാത്രി അഴിച്ചു മാറ്റുകയാണ്. നിത്യതയുടെ ദർശനമില്ലാതെ ചില പ്രിയപ്പെട്ടവരെ തകർത്ത് കളയേണ്ടതിന് നിഴൽ പോലെ വാദിക്കുന്ന ചില ബന്ധനങ്ങൾ ഈ ശുശ്രൂഷയ്ക്ക് നടുവിൽ യേശുവിന്റെ നാമത്തിൽ അഴിയുകയാണ്. ഞാൻ പരിശുദ്ധാത്മാവിൽ ഇന്ന് രാത്രി കാണുകയാണ്. ഇതൊരു സാധാരണ രാത്രിയല്ല, ചില കെട്ടുകൾ മുറിഞ്ഞു മാറുന്ന രാത്രിയാണ്. ഈ ദൂത് ഇന്ന് രാത്രി ഇവിടെ മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ യേശുവിന്റെ സന്നിധിയിൽ എത്തിച്ചേരാതിരിക്കത്തക്ക വിധം പൊടുന്നനെയുള്ള മരണത്താൽ ചില ജീവനുകളുടെ മേൽ കൈവയ്ക്കുവാൻ ഇരുട്ടിന്റെ ശക്തികൾ പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ ഇന്ന് രാത്രി യേശുവിന്റെ പരിശുദ്ധ രക്തത്തിനകത്ത് ഈ സദസ്സിനെ ഞങ്ങൾ പ്രാർത്ഥനയിൽ മറയ്ക്കുകയാണ്. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവിലുമാകും. തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ സംഖ്യ ചുരുങ്ങി 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 വിരളിലെണ്ണുന്നവർ പോലെയാകുന്നത് പോലെ ഞങ്ങൾ ഇന്ന് രാത്രി ആത്മക്കണ്ണുകൾ കൊണ്ട് കാണുന്നു. ആ ചെറിയ സംഘത്തിൽ നിത്യതയിലെത്തുന്ന വിശുദ്ധന്മാരുടെ ഗണത്തിൽ ഈ ഉയർന്ന കരങ്ങൾ കാണപ്പെടട്ടെ. ഈ രാത്രി ഞങ്ങൾ വിശ്വാസ കണ്ണുകളാൽ ഈ ജനത്തെ നിയമരക്തം കൊണ്ട് ആത്മാവിൽ മുദ്ര വയ്ക്കുന്നു. ഇരുട്ടിന്റെ ശക്തികൾ നിത്യതയിൽ എത്തിക്കാതിരിക്കത്തക്ക വിധം അസാധാരണ അനർത്ഥത്തിലൂടെ ഇവിടെ ഇരിക്കുന്ന വ്യക്തികളുടെ മേൽ നോട്ടം വെച്ചിരിക്കുന്ന ബന്ധനം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി അഴിയട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അസാധാരണമായ നിയമരക്തത്തിന്റെ കാവൽ ഈ സദസ്സിന്റെ മേൽ വെളിപ്പെട്ടു വരട്ടെ. നാമത്തിൽ ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തി വായി തുറന്ന് എനിക്ക് അവിടെ കാണണമെന്ന് കൊതിക്കുന്ന എത്ര പേരിവിടെയുണ്ട്? നമുക്ക് ആ കരമൊന്ന് ഉയർത്തിപ്പാടാമോ? ക്രിസ്തന്റെ കാഹളം ഊതും ധ്വനി കേൾക്കുമോ? ശബ്ദമുയർത്തി ഓ ക്രിസ്തന്റെ, കരമടിച്ചു പാടിക്കൂ. ക്രിസ്തന്റെ കാഹളം ഊതും ധ്വനി കേൾക്കുമോ ഈ ദിനം ആരറിഞ്ഞു? വിശ്രമവാസത്തിൽ ആകുമോ നാം ഏതിനും?
ഓ വിശ്രമവാസത്തില്ല ഗുമോ നാം ഏതിനും. ഓ സ്നേഹിതർ നമുക്കുണ്ടു സ്വർഗത്തിൽ ദൈവത്തിൻ. ഓ സ്നേഹിതർ നമുക്കുണ്ടു സ്വർഗത്തിൽ ദൈവത്തിൻ ദൂതരും പരിശുദ്ധരും. ഓ സ്നേഹം കൊണ്ടേശുവേ പാടിപ്പാടാം, അവിടെ നമുക്കും പാടരുതോ. സ്നേഹം കൊണ്ടേശുവേ പാടിപ്പാടാം, ഓ അവിടെ നമുക്കും പാടരുതോ. ഓ സ്നേഹിതർ നമുക്കുണ്ടു സ്വർഗത്തിൽ. ഓ ദൈവത്തിൻ ദൂതരും പരിശുദ്ധരും. ഓ സ്നേഹം കൊണ്ടേശുവേ പാടിപ്പാടാം, അവിടെ